शांति ही शांति है, प्रकाश पुंज का ये भंडार। हम आत्माएं यही पे रहते, यही हमारा है संसार। अपने आप को जानो।
ओम शांति। शिव बाबा याद है. അവ്യക്ത മഹാവാക്യങ്ങൾ അവ്യക്ത ബാപ്ദാദിയുടെ റിവൈസ് കോഴ്സാണ് 18/11/1987. ഇന്നത്തെ മുരളിയുടെ ഡേറ്റാണ് 14/3/2021. കഴിഞ്ഞ ഞായറാഴ്ചത്തെ മുരളിയിൽ ബാബ പവിത്രതയുടെ ശക്തിയിലൂടെയാണ് ദേവപദവി പ്രാപ്തമാക്കാൻ സാധിക്കുക. ഇതിനെക്കുറിച്ച് സവിസ്താരമായി നമുക്ക് മഹാവാക്യങ്ങളെ ഉച്ചരിച്ചതായിരുന്നു. നിങ്ങളെല്ലാവരും അഭ്യസിച്ചതായിരിക്കുക, പഠിച്ചതായിരിക്കുക. ആ സ്ഥിതി സ്വായത്തമാക്കാൻ പുരുഷാർത്ഥം ചെയ്തിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്ന് നാം എല്ലാവരും ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് തന്നെ ഒരു മഹാൻ ശക്തിശാലിയായിരിക്കുന്ന ഭാഗീരഥി എന്ന് അറിയപ്പെടുന്ന പൂജ്യ ദാദി ഹൃദയമോഹിനിജി അവരുടെ വിശേഷമായിരിക്കുന്ന സ്മൃതി നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പൂജ്യ ദാദിജി 1921 മുതൽ 21 ജനിച്ച് 1936 മുതൽ 2021 മാർച്ച് 11 വരെ അവരുടെ ഭൗതികമായിരിക്കുന്ന ശരീരവും അതുപോലെ തന്നെ മനസ്സിൻ്റെ വിശേഷ തരംഗങ്ങളിലൂടെ വിശ്വത്തിലുള്ള സർവാത്മാക്കൾക്കും പരംപിത പരമാത്മ ശിവപിതാവിൻ്റെ സേവനം അനുഷ്ഠിച്ചുകൊണ്ട് ആയിരക്കണക്ക് കോടിക്കണക്ക് ആത്മാക്കൾക്ക് പരമാത്മ ശിവപിതാവിനെ പ്രത്യക്ഷപ്പെടുത്തിയ കഴിവുള്ള അർദ്ധനാരീശ്വരി എന്നറിയപ്പെടുന്ന ഹൃദയമോഹിനി ദാദിജിയുടെ വിശേഷ പരിശ്രമങ്ങൾ, അലൗകിക സാധനയെ ഇന്ന് നമ്മെല്ലാവരും ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ദാദിജിയുടെ ഈ ഒരു അലൗകിക പരിശ്രമത്തിന് വേണ്ടി അനേകർക്ക് അനുഭവം ചെയ്യിപ്പിച്ച മഹാനുവിഭൂതിയായിരിക്കുന്ന ദാദിജിക്ക് ഹൃദയത്തിൽ നിന്നു ശ്രദ്ധാ പുഷ്പങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ മഹാവാക്യം നാം വായിക്കാം. അത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇന്ന് കാര്യമായി ബാബ ഉച്ചരിച്ചിരിക്കുന്നത് ശാന്തിയുടെ ശക്തിയുടെ മേലാണ്. ശാന്തിയുടെ ശക്തി വളരെ വിശേഷമായിരിക്കുന്ന ആയുധമാണ്. ഇനി മുഴുവൻ ലോകത്തിൽ ശാന്തിയുടെ ശക്തിയിലൂടെയാണ് സേവനം നടന്നു വരുന്നത്. ഇതുവരെയും വചനത്തിലൂടെ അഥവാ സ്ഥൂല കർമ്മണ സേവനത്തിലൂടെ മുഴുവൻ വിശ്വത്തിൽ ശാന്തിയുടെ സാഗരനായ ശിവപിതാവിൻ്റെ പ്രത്യക്ഷതയുടെ കാര്യങ്ങൾ നടന്നു വന്നിരിക്കുന്നു. ഇപ്പോഴിനി ശാന്തിയുടെ ശക്തി അഹിംസാ ശക്തിയുടെ സഹയോഗത്താൽ ഇപ്പം മുഴുവൻ വിശ്വത്തിൽ ഭഗവാന്റെ സത്യകാര്യത്തിൻ്റെ അഥവാ ശിവൻ്റെ പരിചയം എല്ലാവർക്കും നൽകുന്ന തരത്തിലുള്ള സേവനം നടക്കാൻ പോകുന്നു. പക്ഷേ ഈ ശാന്തിയുടെ ശക്തി എങ്ങനെ നമുക്ക് നേടാൻ കഴിയും? ഇതിലേക്ക് വേണ്ടി അന്തർമുഖത അതുപോലെ തന്നെ ബുദ്ധിയുടെ ഏകാഗ്രത വളരെ വളരെ ആവശ്യമാണ്. അപ്പോൾ അന്തർമുഖത ബുദ്ധിയുടെ ഏകാഗ്രതയിലൂടെ പ്രാപ്തമാകുന്ന ശാന്തിയുടെ ശക്തി മുഴുവൻ വിശ്വത്തിലുള്ള അശാന്തിയെ ഇല്ലാതെയാക്കാൻ വേണ്ടി മഹാൻ ആയുധമായി പരിവർത്തനപ്പെടും. നമുക്ക് നോക്കാം ഇന്നത്തെ മഹാവാക്യം എന്താണെന്നുള്ളത്. साइलेंस पावर जमा करने का साधन अंतर्मुखी और ഏകാന്തവാസി സ്ഥിതി. ശാന്തിയുടെ ശക്തിയെ സ്വരൂപിക്കാനുള്ള സാധനം അന്തർമുഖി പിന്നീട് ഏകാന്തവാസിയായിരിക്കുന്ന
स्थिति, स्टेज अथवा अवस्था। आज सर्वशक्तिवान बाप दादा अपने शक्ति सेना को देख रहे. ഇന്ന് സർവശക്തിവാനായിരിക്കുന്ന ബാപ്പ് ദാദ തൻ്റെ ശക്തി സൈന്യത്തെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാം എല്ലാവരും ശക്തി സൈന്യമാണ്. യഹ് റുഹാനി ശക്തി സേന വിചിത്ര സേന ഹെ. ഈ ആത്മീയമായിരിക്കുന്ന ശക്തിയുടെ സേന അഥവാ സൈന്യം വിചിത്രമായിരിക്കുന്ന സൈന്യമാണ്. नाम रूहानी सेना है, लेकिन विशेष साइलेंस की शक्ति है, शांति देने वाली अहिंसक सेന. പേര് ആത്മീയ സൈന്യം എന്നാണ്. പക്ഷേ വിശേഷ സൈലൻസിൻ്റെ ശക്തിയുള്ളവരാണ്. ശാന്തി നൽകുന്ന അഹിംസക സൈന്യമാണ്. സർവർക്കും ശാന്തി നൽകുന്ന അഹിംസക സൈന്യമായിരിക്കും. ആരാണ്? നാം എല്ലാവരും. तो आज बाप दादा हर एक शक्ति देवा बच्चे को देख रहे हैं कि हर एक ने शांति की शक्ति कहाँ तक जमा की. ഇന്ന് ബാപ്പ് ദാദ എല്ലാ ശക്തി ദേവി ദേവന്മാരെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ശാന്തിയുടെ ശക്തി എത്രമാത്രം ശേഖരിച്ചിരിക്കുന്നു, സ്വരൂപിച്ചിരിക്കുന്നു അഥവാ സ്വന്തമാക്കിയിരിക്കുന്നു. യഹ് ശാന്തി की शक्ति इस रूहानी सेना के विशेष शस्त्र. ഈ ശാന്തിയുടെ ശക്തി ഈ ആത്മീയ സൈന്യത്തിൻ്റെ വിശേഷമായിരിക്കുന്ന ആയുധമാണ്. है सभी शस्त्रधारी लेकिन നമ്പർവാർ. ഇവിടെയുള്ള എല്ലാ ശാന്തിയുടെ സൈനികർ ആയുധധാരികൾ തന്നെ, എങ്കിലും നമ്പർവാറാണ്. शांति की शक्ति सारे विश्व को अशांति से शांत बनाने वाली, ना सिर्फ मनुष्य आत्माओं को लेकिन प्रकृति को भी परिवर्तन करने वाली. ശാന്തിയുടെ ശക്തി മുഴുവൻ വിശ്വത്തെ അശാന്തിയിൽ നിന്ന് ശാന്തമാക്കി മാറ്റുന്നതാണ്. അശാന്തിയിൽ നിന്ന് ശാന്തമാക്കി പരിവർത്തനപ്പെടുത്തുന്നു. കേവല മനുഷ്യാത്മാക്കളെ മാത്രമല്ല, അതായത് പ്രകൃതിയെയും കൂടി പരിവർത്തനപ്പെടുത്തുന്ന ശക്തിയാണ്. അപ്പോൾ ശാന്തിയുടെ ശക്തി മനുഷ്യാത്മാക്കളെയും പ്രകൃതിയുടെ തത്വങ്ങളെയും പരിവർത്തനപ്പെടുത്തുന്ന മഹാൻ അഹിംസാത്മക ആയുധമാണ്. शांति की शक्ति को अभी और भी गुह्य रूप में जानने और अनुभव करने का है. ശാന്തിയുടെ ശക്തിയെക്കുറിച്ച് ഇപ്പോഴും ഇനിയും ഗുഹ്യരൂപത്തിൽ മനസ്സിലാക്കാനോ അനുഭവം ചെയ്യാനോ ഉണ്ട്. ചില അത്രയും നമുക്ക് ആ അനുഭവങ്ങളെ അനുഭൂതിയിലേക്ക് കൊണ്ടുവർത്തിക്കേണ്ടതാണ്. ശാന്തിയുടെ സ്ഥിതിയിൽ ആന്തരികമായിരിക്കുന്ന സ്റ്റേജ് ശാന്തമാക്കി മാറ്റേണ്ടതാണ്. ഇനി ശാന്തിയുടെ തരംഗങ്ങളെ മുഴുവൻ വിശ്വത്തിൽ സർവാത്മാക്കൾക്കും പ്രദാനം ചെയ്യേണ്ടത്. जितना इस शक्ति में शक्तिशाली बनेंगे उतना ही शांति की शक्ति का महत्व, महानता का अनुभव ज़्यादा करते जाएंगे. എത്രത്തോളം ഈ ശക്തിയിൽ ശക്തിശാലിയരാകുന്നുവോ അത്രത്തോളം ശാന്തിയുടെ ശക്തിയുടെ മഹത്വം, മഹാനതയുടെ അനുഭവം കൂടുതൽ കൂടുതൽ ചെയ്യാൻ പറ്റും. കൊണ്ട് ശാന്തിയുടെ ശക്തിയുടെ മഹത്വം, മഹാനതയുടെ അനുഭവം കൂടുതൽ ചെയ്യണമെങ്കിൽ ബാബ പറയുന്നു, ശാന്തിയുടെ ശക്തിയിൽ സ്വയം ശക്തിശാലിയരാവണം, അനുഭവികളാവണം. അപ്പോൾ ശാന്തിയുടെ ശക്തിയിൽ മുഴുകിയിരിക്കണം. अभी
वाणी की शक्ति से सेवा के साधनों की शक्ति അനുഭവ് കറേ. ഇന്ന് വർത്തമാന സമയത്തിൽ ഇപ്പോഴുവരെ വചനത്തിൻ്റെ ശക്തിയിലൂടെ സേവനത്തിൻ്റെ സാധനങ്ങളുടെ ശക്തിയുടെ അനുഭവം ചെയ്തുകൊണ്ടിരിക്കും. ചില വചന വഴി നാം എല്ലാവരും ശിവസന്ദേശം, സൃഷ്ടിയുടെ രഹസ്യങ്ങളെ, അതുപോലെ തന്നെ ബാബയുടെ തിരിച്ചറിവ്, ഇതെല്ലാം നാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്ന് വരെ പൊതുവെ നടന്നു വന്നിരിക്കുന്നത് വചനശക്തിയുടെ സേവനത്തിൻ്റെ പ്രഭാവമാണ്. और इस अनुभव द्वारा सफलता भी प्राप्त कर रहे हैं. വചനശക്തിയിലൂടെ നിങ്ങൾ പല വ്യക്തിത്വങ്ങൾക്ക് അഥവാ മനുഷ്യർക്ക് ബാബയുടെ സന്ദേശം നൽകി. ബാബ പറയുന്നു, ഈ സേവനത്തിൽ ഇതുവരെയും നിങ്ങൾ സഫലത നേടിക്കൊണ്ടേയിരിക്കുന്നു. लेकिन वाणी की शक्ति स्थूल सेवा के साधनों से ज़्यादा साइलेंस की शक्ति അതിശ്രേഷ്ഠ. പക്ഷേ വചനത്തിൻ്റെ സേവനത്തിൻ്റെ ശക്തിയേക്കാൾ കൂടുതൽ, സേവാ സാധനങ്ങളെക്കാളും കൂടുതൽ ശാന്തിയുടെ ശക്തി അതിശ്രേഷ്ഠമാണ്. അതാണ് ഇന്ന് വർത്തമാന സമയത്ത് ആവശ്യപ്പെടുന്നത്. ഏത് തരത്തിലുള്ള സേവനം? ശാന്തിയുടെ ശക്തിയുടെ വിശേഷ സേവനം. ഇത് അതിശ്രേഷ്ഠമായിരിക്കുന്ന സേവനമാണ്. സൈലൻസ് की शक्ति के साधन भी श्रेष्ठ. സൈലൻസിൻ്റെ ശക്തിയുടെ സാധനവും കൂടി അതിശ്രേഷ്ഠമായിരിക്കുന്നു. जैसे वाणी की सेवा के साधन चित्र, प्रोजेक्टर, वीडियो आदि बनाते, ऐसे शांति की शक्ति के साधन कौन सी? ഏതുപോലെ പ്രകാരം വചനത്തിൻ്റെ സേവനത്തിൻ്റെ സാധനങ്ങൾ, അതാണ് എക്സിബിഷൻ സെറ്റ് അഥവാ ചിത്രങ്ങൾ, അതിനെ വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടി പ്രൊജക്ടർ ഷോ, വീഡിയോ ഷോ മുതലായതെല്ലാം നിങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നു. ഇത് വചന സേവനത്തിൻ്റെ സാധനങ്ങളാണ്, സ്ഥൂലമായ സാധനങ്ങൾ. അതുപോലെ തന്നെ ശാന്തിയുടെ ശക്തിയുടെ സാധനങ്ങൾ ഏതായിരിക്കുന്നു? ശാന്തിയുടെ ശക്തിയുടെ സാധനം ശുഭ സങ്കൽപ്പ്, ശുഭഭാവന അവർ നയനോं की ഭാഷ. ശാന്തിയുടെ ശക്തിയുടെ സേവാ സാധനങ്ങൾ ഇതാണ്. ശുഭസങ്കല്പം, ശുഭഭാവന, നയനങ്ങളുടെ ഭാഷ. ജയ്സേ ഇപ്പോൾ ബാപ്പുദാദ മധുബനിൽ കുട്ടികളെ മിലന ചെയ്യാൻ വരുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പരമാത്മ നയനങ്ങളുടെ ശക്തി എത്രമാത്രം. ആ പരമാത്മ ജ്യോതിയുടെ പ്രകാശം ദാദീജിയുടെ നയനങ്ങളിലൂടെയാണ് പ്രകടമാകുന്നത്. കൊണ്ട് ബാബ പറയാണ്, ശാന്തിയുടെ ശക്തിയുടെ സാധനം ശുഭസങ്കല്പം, ശുഭഭാവന, നയനങ്ങളുടെ ഭാഷ. जैसे मुख की भाषा द्वारा बाप का रचना का परिचय देते हैं, ऐसे साइलेंस की शक्ति के आधार पर नयनों की भाषा से नयनों द्वारा बाप का अनुभव करा सकते. ഏതുപോലെ മുഖത്തിൻ്റെ ഭാഷയിലൂടെ ബാബയുടെ രചനയുടെ പരിചയം നൽകുന്നുവോ, രചയിതാവിൻ്റെയോ രചനയുടെ പരിചയം നൽകുന്നുവോ, അതുപോലെ തന്നെ സൈലൻസിൻ്റെ ശക്തിയുടെ ആധാരത്തിലൂടെ നയനങ്ങളുടെ ഭാഷയിലൂടെ നയനങ്ങളിലൂടെ ഭഗവാനെ അനുഭൂതി ചെയ്യിപ്പിക്കാൻ സാധിക്കും. ഇത് മഹാനുവിധിയാണ്. എങ്ങനെ? ബാബ പറയുന്നു, സൈലൻസിൻ്റെ ശക്തിയുടെ ആധാരത്തിലൂടെ നയനങ്ങളുടെ ഭാഷയിലൂടെ നയനങ്ങളിലൂടെ ഭഗവാനെ അനുഭൂതി ചെയ്യിപ്പിക്കാൻ സാധിക്കും. ഇനി ഈ തരത്തിലുള്ള സേവനമാണ് ഇനി വർത്തമാന സമയത്തിൽ വരാൻ പോകുന്നത്. जैसे प्रोजेक्टर द्वारा चित्र दिखाते, वैसे आपके मस्तक के बीच चमकता हुआ आपका अथवा बाप का चित्र स्पष्ट दिखा सकते.
എപ്രകാരം പ്രൊജക്റ്റ് ഷോ വഴി ചിത്രങ്ങളെ നിങ്ങൾ കാണിക്കുന്നുവോ, വീഡിയോ ഷോ കാണിക്കുന്നുവോ, അതുപോലെ തന്നെ താങ്കളുടെ മസ്തകത്തിൻ്റെ മധ്യത്തിൽ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന താങ്കളെയും താങ്കളുടെ അച്ഛനായ ശിവപിതാവിനെയും ശിവപിതാവിൻ്റെ ചിത്രത്തെ സ്പഷ്ടമാക്കി മനസ്സിലാക്കിച്ച് കൊടുക്കാൻ സാധിക്കും. ചിത്രങ്ങളിലൂടെ ഈ എല്ലാ ചിത്രങ്ങൾ ഇതാണ് വ്യക്തമാക്കി മനസ്സിലാക്കി കൊടുക്കുന്ന തരത്തിൽ ബാബ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് താങ്കളുടെ മസ്തകത്തിൻ്റെ മധ്യത്തിൽ തിളങ്ങുന്ന ആത്മമണി, ആത്മനക്ഷത്രം അഥവാ ആ ആത്മനക്ഷത്രത്തിൻ്റെ പ്രഭാവത്തിലൂടെ സ്വയത്തിൻ്റെയും ബാബയുടെ ചിത്രത്തെ സ്പഷ്ടമായി ദർശിപ്പിക്കാൻ സാധിക്കൂ, കാണിക്കാൻ പറ്റൂ. जैसे वर्तमान समय वाणी द्वारा याद का चित्र का अनुभव कराते, ഇപ്രകാരം വർത്തമാന സമയത്തിൽ വചനത്തിലൂടെ കമൻട്രി ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഓർമ്മയുടെ യാത്രയുടെ അനുഭവം ചെയ്യിപ്പിക്കുന്നുവോ, ऐसे साइलेंस की शक्ति द्वारा आपका चेहरा जिसको मुख कहते हो, आप द्वारा भिन्न भिन्न याद की स्टेजेस का स्वतः ही അനുഭവ कराएगा. അതുപോലെ തന്നെ സൈലൻസിൻ്റെ ശക്തിയിലൂടെ താങ്കളുടെ മുഖം അഥവാ ചെഹരയിലൂടെ ഭിന്ന ഭിന്ന ഓർമ്മയുടെ സ്റ്റേജസിൻ്റെ അനുഭവങ്ങളെ സ്വതः ചെയ്യിപ്പിക്കാൻ സാധിക്കും. താങ്കളൊന്നും പറയേണ്ട ആവശ്യമില്ല. താങ്കളെ നോക്കുമ്പോൾ തന്നെ മുഖഭാവത്തിലൂടെയും നയനങ്ങളിലൂടെയും യോഗ അനുഭവം മറ്റുള്ളവർക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കും. ഏത് ശക്തിയിലൂടെ? ശാന്തിയുടെ ശക്തിയിലൂടെ, നയനങ്ങളുടെ ഭാഷയിലൂടെ. अनुभव करने वालों को ये सहज महसूस होगा कि इस समय बीजरूप स्टेज का अनुभव हो रहा. അനുഭവം ചെയ്യുന്നവർക്ക് എളുപ്പമായി ഈ അനുഭൂതി ഉണ്ടാകും. ഈ സമയത്ത് ബീജരൂപ സ്റ്റേജിൻ്റെ അനുഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ദൃഷ്ടി കൊടുക്കുമ്പോൾ നിങ്ങളുടെ മുഖത്തിലൂടെ മറ്റുള്ളവർക്ക് ഈ അനുഭവമാണ്, എനിക്ക് ബീജരൂപ സ്ഥിതിയുടെ അനുഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. अथवा फरिश्ते रूप का अनुभव हो रहा, अथवा फरिश्ता സ്വരൂപത്തിൻ്റെ അനുഭവം എനിക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നു. भिन्न भिन्न गुणों का अनुभव आपके इस शक्तिशाली फेस से स्वतः ही होता रहे. ഇതുപോലെ തന്നെ ഭിന്ന ഭിന്ന ഗുണങ്ങളുടെ അനുഭവങ്ങൾ ബാബയിലൂടെ പ്രാപ്തമായ നിങ്ങൾ ആ അനുഭവത്തിൽ മുഴുകിയിരുന്നപ്പോൾ നിങ്ങൾ ഭിന്ന ഭിന്ന ബാബയുടെ ഗുണങ്ങളുടെ അനുഭവം താങ്കളുടെ ശക്തിശാലിയായിരിക്കുന്ന മുഖ വഴി മറ്റുള്ളവർക്ക് സ്വതവേ അനുഭവം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. जैसे वाणी द्वारा आत्माओं को स्नेह के सहयोग की भावना उत्पन्न कराते हो, ऐसे जब आप शुभ भावना स्नेह के भावना की स्थिति में स्वयं स्थित होंगे तो जैसी आपकी भावना होंगी वैसी भावना उन्होंने भी उत्पन्न होगी. ബാബ ഉദാഹരണം പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു. എപ്രകാരം താങ്കൾ ശുഭഭാവന സ്നേഹത്തിൻ്റെ ഭാവനയുടെ സ്ഥിതിയിൽ സ്വയം സ്ഥിതരാകുന്നുവോ, താങ്കളുടെ ശുഭഭാവനയുടെ സ്ഥിതി, ശ്രേഷ്ഠസ്ഥിതി, ശക്തിശാലി സ്ഥിതി ഏത് തരത്തിലായിരിക്കുന്നുവോ, ഏത് അനുഭവം നിങ്ങൾക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നുവോ അതേ തരത്തിലുള്ള അനുഭവങ്ങൾ താങ്കളുടെ ഭാവനയിലൂടെ മറ്റുള്ളവർക്കും കൂടി അനുഭൂതി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. आपकी शुभ भावना उन्हों की भावना को प्रज्वलित करेगी.
താങ്കളുടെ ആന്തരികമായിരിക്കുന്നത് മനസ്സിൻ്റെ ശുഭഭാവന ബാബ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് മറ്റുള്ള ആത്മാക്കൾക്കും കൂടി അതേ തരത്തിലുള്ള ഭാവനയെ പ്രജ്വലിതമാക്കും. ചില അവർക്കും അതേ തരത്തിലുള്ള അനുഭൂതികൾ ഉണ്ടാകും. നിങ്ങൾക്ക് ഏത് അനുഭൂതിയാണോ, അനുഭവമാണോ, അനുഭവത്തിൽ നിങ്ങൾ മുഴുകിയിരിക്കുന്നുവോ, അതുപോലെ തന്നെ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ആത്മാക്കൾക്ക് അതേ ഭാവനയെ പ്രജ്വലിപ്പിക്കാൻ സാധിക്കും. അവർക്കും അതേ അനുഭവം ഉണ്ടാകും. जैसे दीपक दीपक को जगा देता, ऐसे आपकी शक्तिशाली शुभ भावना औरों में भी सर्वश्रेष्ठ भावना सहज ही उत्पन्न कराएगी. ഏതുപോലെ വിളക്കിനെ ഉണർത്തുന്നുവോ തെളിയിക്കുന്നുവോ, ഏതുപോലെ ദീപം ദീപത്തെ തെളിയിക്കുന്നുവോ, അതുപോലെ തന്നെ താങ്കളുടെ ശക്തിശാലിയായിരിക്കുന്ന ശുഭഭാവന മറ്റുള്ളവരിലും കൂടി സർവശ്രേഷ്ഠമായിരിക്കുന്ന ഭാവനകളെ സഹജമായി ഉത്പന്നമാക്കും. അവർക്കും അതേ അനുഭവം ഉണ്ടാകും. जैसे वाणी द्वारा अभी सारा स्थूल कार्य करते रहते, ऐसे साइलेंस के शक्ति के श्रेष्ठ साधन शुभ संकल्प की स्थिति से स्थूल कार्य भी ऐसे ही सहज कर सकते हो, करा सकते. ഏതുപോലെ ഇന്ന് വചനത്തിലൂടെ മുഴുവൻ സ്ഥൂല കാര്യങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുന്നുവോ, പറഞ്ഞിട്ട് എങ്ങനെ മനസ്സിലാക്കി കൊടുത്ത് ഇത് ചെയ്യ് സൂചിപ്പിക്കുന്നുവോ, അതുപോലെ തന്നെ സൈലൻസിൻ്റെ ശക്തിയുടെ ശ്രേഷ്ഠമായ സാധനം ശുഭസങ്കല്പത്തിൻ്റെ ശക്തിയിലൂടെ സ്ഥൂല കാര്യങ്ങളെ ചെയ്യിപ്പിക്കുന്ന നടക്കുന്ന തരത്തിൽ സഹജമായി തന്നെ ഈ ശാന്തിയുടെ ശക്തിയിലൂടെ സ്ഥൂല കാര്യങ്ങളെയും ചെയ്യിക്കാൻ, അനുഭവം ചെയ്യിപ്പിക്കാനും സാധിക്കും. അപ്പോൾ സ്ഥൂല കാര്യങ്ങളെ സഹജമായി ചെയ്യാനും സാധിക്കും, ചെയ്യിപ്പിക്കാനും പറ്റും. जैसे साइंस की शक्ति के साधन टेलीफोन वायरलेस है, ऐसे यह शुभ संकल्प सम्मुख बात करने का टेलीफोन वायरलेस द्वारा कार्य कराने का अनुभव कराएगा. ഇപ്രകാരം വിജ്ഞാനത്തിൻ്റെ ശക്തിയുടെ സാധനം ടെലിഫോൺ, ഇത് വയർലെസ്സാണ്. ടെലിഫോൺ വയർലെസ്. ഇപ്പം നമുക്ക് എങ്ങനെയാണ് പോകുന്നത്? വയർലെസ്സാണ്. വയർലെസ്സായിരിക്കുന്ന കണക്ഷനിലൂടെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും. അതുപോലെ തന്നെ ശുഭസങ്കല്പം സന്മുഖത്തിൽ സംസാരിക്കുന്ന തരത്തിൽ, ഇപ്പോൾ ഇതുപോലെ ടെലിഫോണിൽ നിങ്ങൾ സന്മുഖത്തിലിരുന്ന് കണ്ടതുപോലെ അഥവാ നിങ്ങൾ സംസാരിക്കുന്നുവോ, അതുപോലെ ശുഭസങ്കല്പത്തിലൂടെ വയർലെസ്സിലൂടെ ഏത് കാര്യമാണെങ്കിലും ചെയ്യിപ്പിക്കാനോ സംസാരിക്കാനോ അനുഭൂതി ചെയ്യിപ്പിക്കാനോ പറ്റും. ടെലിഫോണിൽ സംസാരിക്കുന്നതിലൂടെ. എന്തുകൊണ്ടത് വയർലെസ് സെറ്റാണ്. അതുപോലെ നിങ്ങൾ ശാന്തിയുടെ ശക്തിയിലൂടെ വയർലെസ് സെറ്റിലൂടെ ശുഭസങ്കല്പങ്ങളുടെ സ്റ്റേജിലൂടെ സ്ഥൂല കാര്യങ്ങളെ ചെയ്യിപ്പിക്കുന്ന തരത്തിൽ നിങ്ങൾ അനുഭവം ചെയ്യിപ്പിക്കാനും സാധിക്കും, കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനും പറ്റും. ऐसे साइलेंस की शक्ति में विशेषताएं है. ഇപ്രകാരം സൈലൻസിൻ്റെ ശക്തിയിൽ വിശേഷതകൾ അടങ്ങിയിരിക്കും. കൊണ്ട് തന്നെ ബാബ നമുക്ക് മനസ്സിലാക്കി തന്നിരിക്കുന്നത് യോഗം അഥവാ കണക്ഷൻ എന്ന് പറയുമ്പോൾ വയർലെസ് വോയിസ്ലെസ് കണക്ഷൻ എന്നുള്ളത്. എങ്ങനെയാണിത്? ശുഭസങ്കല്പങ്ങളുടെ തരംഗങ്ങളിലൂടെ നടക്കുന്ന കണക്ഷൻ. ബാബയുമായി നിങ്ങളുടെ മനസ്സ് കണക്റ്റ് ആകുന്നു. പവർ ഹൗസിനോട് ബാബയുടെ ഗുണശക്തികൾ നിങ്ങളിലേക്ക് പ്രവഹിച്ചു വരുന്നു. ഇതിനെ നിങ്ങൾ അനുഭവം ചെയ്ത് അനുഭവ മണ്ഡപത്തിൽ ഇരിക്കുന്നു. നിങ്ങൾ ഏത് തരത്തിലുള്ള അനുഭവങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്?
നിങ്ങളുടെ മുന്നിലിരിക്കുന്നവർ അഥവാ ദൂരെയുള്ള വ്യക്തികളെ നിങ്ങൾ സങ്കല്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അകത്തിലുണ്ടാകുന്ന അനുഭവങ്ങൾ മറ്റുള്ളവർക്കും കൂടി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. साइलेंस की शक्ति कम नहीं है. ऐसे साइलेंस की शक्ति में विशेषताएं है. साइलेंस की शक्ति कम नहीं है, लेकिन अभी वाणी की शक्ति को स्थूल साधनों को ज़्यादा कार्य में लगाते, इसलिए ये सहज लगते. ബാബ പറയുന്നു, സൈലൻസിൻ്റെ ശക്തി ഇത് ഒരിക്കലും കുറവല്ല. പക്ഷേ ഇപ്പോൾ വചനത്തിൻ്റെ ശക്തിയെ അതുപോലെ സ്ഥൂല സാധനങ്ങളെ കൂടുതൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സേവനം ചെയ്യുന്നു. അതുകൊണ്ട് വചനത്തിൻ്റെ സേവനം കൂടുതൽ ഉപയോഗപ്രദമായിരിക്കും. साइलेंस की शक्ति के साधनों को प्रयोग में नहीं लाया, इसलिए इनका अनुभव नहीं. പക്ഷേ ഇന്ന് വരെയും നിങ്ങൾ സൈലൻസിൻ്റെ ശക്തിയുടെ സാധനങ്ങളെ പ്രയോഗത്തിൽ കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് ഇതിൻ്റെ അനുഭവം ഇനിയും ഉണ്ടായിട്ടില്ല. കൂടുതൽ അനുഭവം സൈലൻസിൻ്റെ ശക്തിയിലൂടെ നടത്തുന്ന സേവനത്തിൻ്റെ വിശേഷതയാണ്. വചനത്തിൻ്റെ സേവനം, വചനശക്തിയുടെ സേവനം ഇന്ന് നാം എല്ലാം കണ്ടുകൊണ്ടിരിക്കും. ഇത് നല്ല തന്നെ, അതിലും സക്സസ് ആയിരിക്കുന്നു. പക്ഷേ കൂടുതൽ നമുക്ക് ചെയ്യേണ്ടത് സൈലൻസിൻ്റെ ശക്തിയുടെ പ്രയോഗത്തിലൂടെ. ഇനി മുതൽ ആ ശക്തിയിലൂടെയാണ് ലോകത്തിൽ ബാബയുടെ സന്ദേശം എത്തിക്കാനുള്ള സേവനം നടക്കുന്നത്. वह सहज लगता, ये मेहनत का लगता. കൊണ്ട് വചനശക്തി, വചന സേവനം സ്ഥൂല സാധനങ്ങളിലൂടെ ചെയ്യുന്ന സേവനം, വീഡിയോ ആയിക്കോട്ടെ അഥവാ സ്ഥൂലമായ അനേക സംവിധാനങ്ങൾ, വിജ്ഞാനത്തിൻ്റേത് ഏതാണോ ഇതിലൂടെ സേവനം ചെയ്യുന്നത് എളുപ്പമായി കണ്ടുകൊണ്ടിരിക്കുന്നു. ബാബ പറയുന്നു, ഇത് സൈലൻസിൻ്റെ ശക്തിയുടെ സേവനം നിങ്ങൾക്ക് ബുദ്ധിമുട്ട്, പ്രയാസമായി തോന്നുന്നു. കൊണ്ട് ബാബ പറയുന്നു, लेकिन समय परिवर्तन प्रमाण यह शांति की शक्ति के साधन प्रयोग में लाने ही होंगे. പക്ഷേ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ സമയത്തിൻ്റെ പരിവർത്തന പ്രമാണം ശാന്തിയുടെ ശക്തിയുടെ സാധനങ്ങളെ പ്രയോഗത്തിൽ കൊണ്ടുവരുത്തേണ്ടി വരും. അതിൻ്റെ ഉപയോഗം കൂടുതൽ ചെയ്യേണ്ടി വരും. इसीलिए हे शांति देवा, श्रेष्ठ आत्माएं, इस शांति की शक्ति को अनुभव में लाओ. കൊണ്ട് ശിവ ബാബ മക്കളോട് പറയുകയാണ്, അല്ലയോ ശാന്തി ദേവാത്മാക്കളെ, ശ്രേഷ്ഠ ആത്മാക്കളെ, ഈ ശാന്തിയുടെ ശക്തിയുടെ അനുഭവം കൂടുതൽ കൂടുതൽ ചെയ്യും, അനുഭവികളാകും ശാന്തിയുടെ ശക്തിയുടെ കാര്യത്തിൽ. जैसे वाणी की प्रैक्टिस करते करते वाणी के शक्तिशाली हो गए, ऐसे शांति की शक्ति के भी अभ्यासी बनते जाओ. ഇപ്രകാരം വചനത്തിൻ്റെ സേവനത്തിൻ്റെ പ്രാക്ടീസ് ചെയ്ത് ചെയ്ത് വചന സേവനത്തിൽ ശക്തിശാലിയരായി മാറിയിരിക്കുന്നു. ആർക്കും ഒന്നും വിഷമമുണ്ടാവില്ല. അഥവാ എനിക്ക് സംസാരിച്ച് വേദനയായി, മുഖവേദനയായി, വായുവേദനയായി ആരും പറയില്ല. എളുപ്പം തന്നെ. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് വചന സേവനത്തിൻ്റെ പ്രാക്ടീസ് ചെയ്ത് ചെയ്ത് വചന സേവനം ശക്തിശാലിയായിരിക്കും. അതുപോലെ തന്നെ ഇന്ന് വർത്തമാന സമയത്ത് ശാന്തിയുടെ ശക്തിയിലും കൂടുതൽ അഭ്യാസം ചെയ്ത് ശീലമുള്ളവരാവണം. ഇതാണ് സുപ്രധാനമായിരിക്കുന്ന ശക്തിയുടെ പ്രയോഗം. ഏത് ശക്തി? ശാന്തിയുടെ ശക്തി അഥവാ സൈലൻസിൻ്റെ ശക്തി. ആगे चल वाणी अथवा स्थूल साधनों के द्वारा सेवा का समय नहीं मिलेगा. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ വചന സേവനം അഥവാ സ്ഥൂല സാധനങ്ങളിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനത്തിന് തീരെ സമയമുണ്ടാവില്ല. അപ്പം എന്ത് ചെയ്യാനാ? വചന സേവനം പറഞ്ഞു കൊടുക്കാനോ സ്ഥൂല സാധനങ്ങളെ ഉപയോഗിച്ച് അവർക്ക് കാണിച്ചു കൊടുക്കാനോ
കൂടുതൽ സമയം ഉണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു? ऐसे समय पर शांति की शक्ति के साधन आवश्यक. ഈ തരത്തിലുള്ള സമയത്ത് ശാന്തിയുടെ ശക്തിയുടെ സാധനങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും, അത്യാവശ്യമാണ്. क्योंकि जितना जो महान शक्तिशाली होता वो अति सूक्ष्म होता. കാരണം എത്രത്തോളം ആരാണോ മഹാൻ ശക്തിശാലിയരാകുന്നത് അവർ അതനുസരിച്ച് അതിസൂക്ഷ്മമായ അനുഭവം സ്വയം ചെയ്യുകയോ മറ്റുള്ളവർക്ക് ചെയ്യിപ്പിക്കുകയോ ചെയ്യും. तो वाणी से शुद्ध संकल्प सूक्ष्म, इसीलिए सूक्ष्म का प्रभाव शक्तिशाली होगा. ഇതിനാൽ വചനത്തെക്കാളും ശ്രേഷ്ഠം ശുദ്ധസങ്കല്പത്തിൻ്റെ സൂക്ഷ്മമായ സേവനം. ശുദ്ധസങ്കല്പത്തിലൂടെ ചെയ്യുന്ന മനസ്സിൻ്റെ സൂക്ഷ്മമായ സേവനത്തിൻ്റെ തരംഗങ്ങൾ. ഇതിനാൽ സൂക്ഷ്മതയുടെ പ്രഭാവം ശക്തിശാലിയായിരിക്കും. മനസ്സ് സൂക്ഷ്മമാണ്. ശാന്തിയുടെ ശക്തിയിൽ നിങ്ങൾ മുഴുകിയിരിക്കുമ്പോൾ, ഇപ്പോൾ ബാബ പറയുന്നു, ഇതിലൂടെ ഉത്പന്നമാകുന്ന സൂക്ഷ്മമായ ശക്തി, ശാന്തിയുടെ അതിപ്രഖരമായിരിക്കുന്ന ശക്തി മറ്റുള്ളവർക്ക് അനുഭൂതി ചെയ്യിപ്പിക്കും. നിങ്ങളും അനുഭവത്തിൽ മുഴുകിയിരിക്കും, മറ്റുള്ളവർക്കും അനുഭൂതി ചെയ്യിപ്പിക്കും. अभी भी अनुभवी हो, जहाँ वाणी द्वारा कोई कार्य सिद्ध नहीं होता तो कहते ये वाणी से नहीं समझेंगे, शुभ भावना से परिवर्तन होंगे. ഇപ്പോഴും കൂടി നിങ്ങൾ അനുഭവികളാണ്. എപ്രകാരം നിങ്ങൾ കുറേ വിഷയങ്ങളെ അവതരിപ്പിച്ചു, പറഞ്ഞു കൊടുത്തു. അവരെക്കുറിച്ച്, അദ്ദേഹത്തെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഇവർക്ക് വാക്കിലൂടെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പറഞ്ഞു കൊടുത്തിട്ടൊന്നും ഇവരെ പരിവർത്തനപ്പെടുത്താൻ സാധ്യമാവുകയില്ല. ശുഭഭാവനയിലൂടെ പരിവർത്തനപ്പെടുത്തണമെന്ന് പറയും. വാസ്തവത്തിൽ ശുഭഭാവന എന്ന് പറഞ്ഞിരുന്നാൽ എന്താണ്? ശാന്തിയുടെ ശക്തിയുടെ പ്രയോഗം. जहाँ वाणी कार्य को सफल नहीं कर सकते, वहाँ साइलेंस की शक्ति का साधन शुभ संकल्प, शुभ भावना, नयनों की भाषा द्वारा रहम और स्नेह की अनुभूति कार्य सिद्धि कर सकती है. എവിടെ ബാബ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്? എവിടെയാണോ വചനത്തിലൂടെ യാതൊരു കാര്യവും ആകാതെ ഇരിക്കുമ്പോൾ സൈലൻസിൻ്റെ ശക്തിയുടെ സാധനങ്ങളായ ശുഭസങ്കല്പം, ശുഭഭാവന, നയനങ്ങളുടെ ഭാഷയിലൂടെ ദയയും സ്നേഹത്തിൻ്റെ അനുഭൂതി നിങ്ങൾ ചെയ്യുന്ന കാര്യത്തെ വിജയിയാക്കി മാറ്റൂ, സഫലമാക്കി മാറ്റൂ. എവിടെയാണോ വചന സേവനത്തിൽ സിദ്ധി ഇല്ലാതെ ഇരിക്കുമ്പോൾ, സഫലത കൈവരിക്കാൻ സാധിക്കാതെ ഇരിക്കുമ്പോൾ അവിടെ ഉപയോഗത്തിൽ വരുന്നത് ഏത് ശക്തിയാണ്? സൈലൻസിൻ്റെ ശക്തിയായ ശുഭസങ്കല്പവും ശുഭഭാവന, നയനങ്ങളുടെ ഭാഷയിലൂടെ ദയയും സ്നേഹത്തിൻ്റെ അനുഭൂതിയുണ്ടാകും. അപ്പോൾ ഇതാണ് ആ കാര്യത്തെ സഫലമാക്കി മാറ്റും. चल कार्य सिद्धियागो. जैसे अभी भी कोई वाद विवाद वाला आता है तो वाणी से और ज़्यादा वाद विवाद में आ जाता. അപ്പോൾ ബാബ പറയുന്നു, ഏത് തരത്തിൽ ചില സമയത്ത് പുതിയതായി ജ്ഞാനം കേൾക്കാൻ വേണ്ടി നിങ്ങളടുത്തേക്ക് വരുമ്പോൾ അവർ നിങ്ങളോട് വിഷയത്തെക്കുറിച്ച് ചർച്ചയിലേക്ക്, തർക്കത്തിലേക്ക് നിൽക്കും. വാദവിവാദങ്ങൾ കൂടുതൽ നടത്തിക്കൊണ്ടിരിക്കും. അന്നേരം കൂടുതൽ വചനത്തിൻ്റെ സേവനമാണ്, ചർച്ചയാണ് നടക്കുന്നത്. വാദവിവാദത്തിൽ വരുന്നു. ഉസ്കോ യാദ് മേ ബിഠായെ സൈലൻസ് കി ശക്തി കാ അനുഭവം കരാത്തെ. അന്നേരം അവരോട് നിങ്ങൾ കൂടുതൽ സംസാരിക്കാൻ നിൽക്കുകയില്ല. അവരെ ഓർമ്മയിലിരുത്തി സൈലൻസിൻ്റെ ശക്തിയുടെ അനുഭവം ചെയ്യിപ്പിക്കും.
അതല്ല നിങ്ങൾ ചെയ്യും. കൂടുതൽ വചനത്തിൽ, വാദവിവാദത്തിൽ, തർക്കത്തിൽ വരുമ്പോൾ നിങ്ങൾക്കിഷ്ടമുണ്ടാകില്ല. 1, 2, 3 കാര്യങ്ങൾ പറഞ്ഞിട്ട് നോക്കൂ. അവർക്കത് സ്വീകാര്യമല്ല എങ്കിൽ, ഇനിയും അവർ കൂടുതൽ തർക്കത്തിൽ നിൽക്കുകയാണെങ്കിൽ അവർക്ക് എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ സൈലൻസിൽ ഇരുന്നുകൊണ്ട് സൈലൻസിൻ്റെ യോഗാനുഭൂതി ചെയ്യിപ്പിക്കും. 1 सेकंड भी अगर याद द्वारा शांति का अनुभव कर लेते तो स्वयं ही अपनी वाद विवाद की बुद्धि को साइलेंस के अनुभूति के आगे സറണ്ടർ कर देते. 1 സെക്കൻഡ് ഒരു പക്ഷേ ഓർമ്മയിലൂടെ പ്രാപ്തമാകുന്ന ശാന്തിയുടെ അനുഭവം അവർ ചെയ്യുകയാണെങ്കിൽ സ്വയം തന്നെ തൻ്റെ ചർച്ചയെ ಅಥವಾ വാദവിവാദത്തിൻ്റെ ബുദ്ധിയെ സൈലൻസിൻ്റെ അനുഭൂതിയുടെ മുന്നിൽ സമർപ്പിക്കും. അപ്പോൾ അവർക്ക് കൂടുതൽ സംസാരിക്കാൻ ഇഷ്ടം തോന്നുന്നില്ല. കാരണം അനുഭവം ഉണ്ടായല്ലോ, നിങ്ങൾ അനുഭൂതി ചെയ്യിപ്പിച്ചല്ലോ. ശുഭഭാവന, ശുഭകാമനയിലൂടെ സൈലൻസിൻ്റെ ശക്തിയുടെ യോഗപ്രയോഗം, അനുഭൂതി, അത് അവർക്ക് അതിൻ്റെ പ്രഭാവമുണ്ടായി. അവർ സംസാരിക്കാതെ ഇരിക്കെ ശാന്തമായി മൗനമാകും, ശാന്തിയുടെ അനുഭവം ചെയ്യും. तो स्वयं ही अपनी वाद विवाद की बुद्धि को साइलेंस की अनुभूति के आगे സറണ്ടർ कर लेते. സ്വയം തന്നെ തൻ്റെ വാദവിവാദത്തിൻ്റെ അഥവാ തർക്കബുദ്ധിയെ സൈലൻസിനെ അനുഭൂതിയുടെ മുന്നിൽ സമർപ്പിക്കൂ. तो इस साइलेंस की शक्ति का अनुभव बढ़ाते जाओ. പറയുകയാണ്, ഈ സൈലൻസിൻ്റെ ശക്തിയുടെ അനുഭവങ്ങളെ ഇപ്പോൾ വർത്തമാന സമയത്തിൽ കൂടുതലാക്കും. അഭി യഹ് സൈലൻസ് की शक्ति की अनुभूति बहुत कम है. ബാബ മക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനത്തിൻ്റെ റിസൾട്ടിനെ കുറിച്ച് പറയാണ്. സൈലൻസിൻ്റെ ശക്തിയുടെ അനുഭൂതി വളരെ കുറവായിരിക്കുന്നു എന്ന് വെച്ചിരുന്നാൽ തെളിവിതാണ്. കൂടുതൽ വചനത്തിൻ്റെ സേവനം, സാധനങ്ങളിലൂടെ സേവനം കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നു. വാസ്തവത്തിൽ വേണ്ടത് ഏതാണ്? സൈലൻസിൻ്റെ ശക്തിയുടെ അനുഭവം, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് അനുഭൂതി ചെയ്യിപ്പിക്കേണ്ടത്. साइलेंस की शक्ति का रस अब तक मेजॉरिटी ने सिर्फ अंजलि मात्र अनुभव किया. സൈലൻസിൻ്റെ ശക്തിയുടെ രസം, സ്വാദ് ഇന്ന് വരെ ഭൂരിപക്ഷം ഒരു തുള്ളി കിട്ടിയത്ര. ഇപ്പോൾ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ തീർത്ഥം കിട്ടൂലേ, തീർത്ഥം ഒരു തുള്ളിയുടെ അത്രയ്ക്ക് മാത്രമാണ് എല്ലാവരും അനുഭവം ചെയ്തിരിക്കുന്നത്, കുറച്ച് മാത്രം. हे शांति देवा, आपके भक्त आपके जड़ चित्रों से शांति ही ज़्यादा मांगते, क्योंकि शांति में ही सुख समाया. കൊണ്ട് ശിവബാബ പറയാണ്, അല്ലയോ ശാന്തി ദേവാത്മാക്കളെ, താങ്കളുടെ ഭക്തജനങ്ങൾ താങ്കളുടെ ജഡചിത്രങ്ങളിലൂടെ കൂടുതൽ പ്രതീക്ഷിക്കുന്നത് ശാന്തിയാണ്. കാരണം ശാന്തിയിൽ തന്നെ സുഖം അടങ്ങിയിരിക്കുന്നത്. കൊണ്ട് ഏത് ശക്തിയുടെ അനുഭവം കൂടുതലുണ്ടാവണോ? വചനശക്തിയുടേതാണോ അഥവാ സൈലൻസിൻ്റെ ശക്തിയുടേതാണോ? സൈലൻസിൻ്റെ ശക്തി. അപ്പോൾ ഇതാണ് എല്ലാവർക്കും പ്രതീക്ഷ. എന്തുകൊണ്ട്? ശാന്തിയിൽ തന്നെയാണ് സുഖവും അടങ്ങിയിരിക്കുന്നത്. കൊണ്ട് ബാബ മക്കളോട് പറയാണല്ലയോ ശാന്തി ദേവാത്മാക്കളെ, ഭക്തന്മാരെല്ലാം പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു, അവർക്ക് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ സമർത്ഥരാകൂ. സ്വയം ശാന്തിയുടെ ശക്തിയുടെ അനുഭവികളാകൂ. वह अल्पकाल का अनुभव भी करते तो बाप दादा देख रहे थे शांति की शक्ति के अनुभवी आत्माएं कितनी है, वर्णन करने वाली कितनी है और प्रयोग करने वाली कितनी है. ബാബ പറയുന്നു, ഇന്ന് ബാപ്പ് ദാദ കുട്ടികൾ ഏതരത്തിലുള്ള
ശക്തിയുടെ പ്രയോഗം എത്രമാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നു? ശാന്തിയുടെ ശക്തിയുടെ അനുഭവി ആത്മാക്കൾ എത്രമാത്രം ഉണ്ടായിരിക്കുന്നു? അതുപോലെ അതിനെ മറ്റുള്ളവരോട് വർണ്ണനം ചെയ്യുന്ന ആത്മാക്കൾ എത്രമാത്രം? ശാന്തിയുടെ മഹത്വം ഇങ്ങനെയാണ്, ശാന്തിയുടെ അനുഭൂതി ഇത്തരത്തിലാണ്, കോമെൻട്രി ചെയ്യിപ്പിക്കുന്ന ആത്മാക്കൾ, വർണ്ണിക്കുന്നവർ എത്ര പേര്, പ്രാക്ടിക്കലാക്കി പ്രവർത്തിക്കുന്നവർ എത്ര പേരാണ് ഉണ്ടായിരിക്കും? 3 തരത്തിലുള്ള ആത്മാക്കളെ ബാബ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, നോക്കുമായിരുന്നു. ആരാണ് ആവേണ്ടത്? വാസ്തവത്തിൽ പ്രയോഗം ചെയ്യുന്ന, പ്രാക്ടിക്കലാക്കുന്ന ആത്മാക്കൾ. ശാന്തിയുടെ ശക്തിയുടെ അനുഭവം സ്വയം ചെയ്യുകയോ മറ്റുള്ളവർക്ക് അനുഭൂതി ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന വിശേഷാത്മാക്കളാണ്. इसके लिए ഇപ്പോൾ ശാന്തിയുടെ ശക്തി കൂടുതൽ നിങ്ങൾ സ്റ്റോക്ക് ചെയ്യണമെങ്കിൽ എന്താണ് വേണ്ടത്? ഇത് ബാബ പറയാണ്, इसके लिए अंतर्मुखता और एकांतवासी बनने की आवश्यकता. ശാന്തിയുടെ ശക്തിയുടെ സ്റ്റോക്ക് കൂട്ടണമെങ്കിൽ ഒന്നാമത്തത് അന്തർമുഖത, അതുപോലെ രണ്ടാമത്തതായി ഏകാന്തവാസികളാകുന്ന ആവശ്യമുണ്ട്. ഇതാണ് തപോബലം. വാസ്തവത്തിൽ തപോബലം എന്ന് പറയുന്നത് എന്താണ്? തപസ്, ശാന്തിയുടെ ശക്തിയുടെ അനുഭവം. തപസ്വി എന്ന് വെച്ചിരുന്നാൽ ശാന്തിയുടെ ശക്തിയിൽ മുഴുകിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് അവർ ശാന്തിയുടെ ശക്തിയുടെ അനുഭവം ചെയ്യുന്നത്? അന്തർമുഖിയായിരുന്ന്, അതുപോലെ തന്നെ ഏകാന്തവാസിയായിരുന്നു. बाहरमुखता में आना सहज है, लेकिन अंतर्मुखी का अभ्यास अभी समय प्रमाण बहुत चाहिए. ബാഹ്യമുഖതയിൽ വരിക ഇത് വളരെ എളുപ്പമാണ്, സ്ഥൂലതയിൽ വരുന്നത്. പക്ഷേ അന്തർമുഖിയാകുന്ന അഭ്യാസം സമയപ്രമാണം ഇപ്പോഴും വളരെ വളരെ ആവശ്യമുണ്ട്, കൂടുതൽ ആവശ്യമാണ്. കൈ ബച്ചയ്ക്കകത്തെ അതുകൊണ്ട് തന്നെ പണ്ട് മഹർഷിമാർ തപസ്വികളായി ഗുഹയിൽ പോയിരുന്ന് ഏകാന്തവാസികളായി തപസ് അനുഷ്ഠിക്കുമായിരുന്നു. പക്ഷെ അവർക്ക് എവിടെ നിന്നാണ് തപോബലം, ശാന്തിയുടെ ശക്തി നേടേണ്ടത് അറിയില്ലായിരുന്നു, കണക്ഷനില്ല. എങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ട് അവർ സാധകരായിരുന്നു, അന്തർമുഖിയായിരുന്നു, ഏകാന്തവാസി, ഗുഹയിൽ പോയിരുന്ന് തപസ് അനുഷ്ഠിക്കുമായിരുന്നു. അപ്പോൾ ഈ സമയത്ത് ശാന്തിയുടെ ശക്തിയുടെ പ്രയോഗം വളരെ ആവശ്യം. ബാഹ്യരിക്കുന്ന അവസ്ഥയല്ല നമുക്ക് വേണ്ടത്. അന്തർമുഖിയായി ഏകാന്തവാസികളായി കൂടുതൽ ശാന്തിയെ അനുഭവം ചെയ്തുകൊണ്ട് ശാന്തിയുടെ ശക്തിയെ സ്വരൂപിക്കുന്ന അവസ്ഥ ഇന്ന് ആവശ്യമുണ്ടായിരിക്കുന്നു. कई बच्चे कहते एकांतवासी बनने का समय नहीं मिलता, अंतर्मुखी स्थिति का अनुभव करने का समय नहीं मिलता. ചില കുട്ടികൾ ഇങ്ങനെയും പറയും, ബാബയ്ക്ക് ചിരി വരുന്നു, ഏകാന്തവാസികളാകാൻ എനിക്ക് സമയം കിട്ടില്ല, അന്തർമുഖി സ്ഥിതിയുടെ അനുഭവം ചെയ്യാൻ സമയം കിട്ടില്ല. കാരണം सेवा की प्रवृत्ति, वाणी के शक्ति की प्रवृत्ति बहुत बढ़ गई. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നത്? സേവനത്തിൻ്റെ പ്രവൃത്തി, വചനത്തിൻ്റെ ശക്തിയുടെ പ്രവൃത്തി കൂടുതൽ വർദ്ധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അതിൽ മുഴുകി സ്ഥൂലതയിൽ ആന്തരികമായിരിക്കുന്ന ശക്തി ഖാലി. ഇതിലേക്ക് ഇരിക്കാൻ വേണ്ടി, തപസ് ചെയ്യാൻ വേണ്ടി അന്തർമുഖികളാകാൻ ഇവർക്ക് സമയമുണ്ടാവില്ല. വാസ്തവത്തിൽ അതിപ്രധാനമായിരിക്കുന്ന കാര്യം ചെയ്യാൻ ഇവർക്ക് സമയം. എന്തുകൊണ്ട്? സ്ഥൂലതയിൽ ഇവർ മുഴുകിയിരിക്കുന്നു. सेवा की प्रवृत्ति में रहते भी बीच बीच में इतना समय मिल सकता जो एकांतवासी बनने का अनुभव कर. സേവനത്തിൻ്റെ പ്രവൃത്തിയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഇടയ്ക്കിടെ സമയം പ്രാപ്തമാക്കാൻ സാധിക്കും. അതുകൊണ്ട് ബാബ പറയുന്നു, ഏകാന്തവാസികളാകുന്ന അനുഭവം നിങ്ങൾ ചെയ്യണം.
അപ്പോഴേ നമുക്ക് ശാന്തിയുടെ ശക്തി ശേഖരിക്കാനോ സ്വരൂപിക്കാനോ സാധിക്കും. മറ്റുള്ളവർക്ക് ശാന്തിയുടെ പ്രകമ്പനങ്ങളെ നൽകാനും സാധിക്കുന്നത്. ഏകാന്തവാസി അർത്ഥാത് कोई भी एक शक्तिशाली स्थिति में स्थित होना. ഏകാന്തവാസി എന്ന് പറഞ്ഞിരുന്നാൽ അതായത് ഒരേ ഒരു ശക്തിശാലിയായിരിക്കുന്ന സങ്കല്പത്തിൽ സ്ഥിതരാവുക. ഒരേ ഒരു ശക്തിശാലിയായിരിക്കുന്ന സങ്കല്പത്തിൽ അഥവാ ചിന്തനയിൽ സ്ഥിതരാകും. चाहे बीजरूप स्थिति में स्थित हो जाओ, चाहे लाइट हाउस स्थिति में स्थित हो जाओ, अर्थात विश्व को लाइट माइट देने वाले इस अनुभूति में स्थित हो जाओ. നിങ്ങൾ ബീജരൂപ സ്ഥിതിയിൽ വേണമെങ്കിലും സ്ഥിതരാകൂ, അഥവാ ലൈറ്റ് ഹൗസ് സ്ഥിതിയിൽ വേണമെങ്കിൽ സ്ഥിതരാകൂ. അതായത് വിശ്വത്തിന് ലൈറ്റും മൈറ്റും നൽകുന്ന അനുഭൂതിയിൽ മുഴുകിയിരിക്കൂ. അതുകൊണ്ട് ബാബ പറയുന്നു ഏകസങ്കല്പം അഥവാ 3-4. ഇപ്പോൾ കോമെൻട്രിയെല്ലാം പറയുമ്പോൾ ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് എല്ലാം പറയും. അപ്പോൾ സങ്കല്പങ്ങൾ മാറുമ്പോൾ അനുഭവം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ബാബ പറയുന്നു 1-2 സങ്കല്പങ്ങളെ കൊടുത്ത് മനസ്സിനെ അവിടെ നിങ്ങൾ ഏകാഗ്രമാക്കൂ, നിങ്ങൾ സ്വയം അനുഭവം ചെയ്യൂ. അപ്പോൾ ആ അനുഭവത്തിൽ മുഴുകിയിരുന്ന് മറ്റുള്ളവർക്ക് അനുഭൂതി ചെയ്യിപ്പിക്കും. കുറേ ഇങ്ങനെ പറഞ്ഞു പോയാൽ കോമെൻട്രി ആർക്കും കേൾക്കുമല്ലാതെ കനരസമല്ലാതെ മനരസത്തിൻ്റെ അനുഭവം, ശാന്തിയുടെ ശക്തിയുടെ അനുഭൂതി ചെയ്യിപ്പിക്കാൻ സാധ്യമാവുകയും. കൊണ്ട് ബാബ പറയാണ് ബീജരൂപ സ്ഥിതിയിൽ വേണമെങ്കിൽ സ്ഥിതരാകൂ ഏകസങ്കല്പത്തിൽ, അഥവാ ലൈറ്റ് ഹൗസ് സ്ഥിതിയിൽ സ്ഥിതരാകൂ. മുഴുവൻ വിശ്വത്തിലേക്ക് ലൈറ്റും മൈറ്റിൻ്റെ കിരണങ്ങളെ വ്യാപിപ്പിക്കുന്ന സേവനം ചെയ്യൂ. चाहे फरिश्तापन की स्थिति द्वारा औरों को भी अव्यक्त स्थिति का अनुभव कराओ. ഫരിഷ്ത സ്ഥിതിയിലൂടെ മറ്റുള്ളവർക്കു അവ്യക്ത സ്ഥിതിയുടെ അനുഭൂതി ചെയ്യിപ്പിക്കൂ. 1 सेकंड 1 मिनट अगर इस स्थिति में एकाग्र हो स्थित हो जाओ तो 1 मिनट की स्थिति स्वयं आपको औरों को भी बहुत लाभ दे सकती. 1 സെക്കൻഡ് ആയിക്കോട്ടെ അഥവാ 1 മിനിറ്റ് എങ്കിലും ഈ ശക്തിശാലി സ്ഥിതിയിൽ ഏകാഗ്രമാവുകയാണെങ്കിൽ 1 മിനിറ്റിൻ്റെ സ്ഥിതി സ്വയം അനുഭവം ചെയ്യൂ. താങ്കളിലൂടെ മറ്റുള്ളവരും ധാരാളം ലാഭം എടുക്കാൻ സാധിക്കും. നിങ്ങൾ മറ്റുള്ളവർക്ക് ധാരാളം നിരവധി ലാഭം ഉണ്ടാക്കാൻ സാധിക്കും. അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളാദ്യം അന്തർമുഖിയായി ഒരു സങ്കല്പത്തിൽ സ്ഥിതരാകും, അതിൻ്റെ അനുഭവിയാകും, അതിൽ മുഴുകിയിരിക്കും. അപ്പോൾ നിങ്ങളിലൂടെ മറ്റുള്ളവർക്കും അനുഭൂതി ഉണ്ടാകും. ലൈറ്റ് ഹൗസ് ആയിക്കോട്ടെ, ഫരിഷ്ത സ്ഥിതി ആയിക്കോട്ടെ, മൈറ്റ് ഹൗസ് സ്ഥിതി ആയിക്കോട്ടെ, ബീജരൂപ സ്ഥിതി വേണമെങ്കിൽ സിർഫ് ഇസ്കി പ്രാക്ടീസ് ചെയ്യും. കൂടുതൽ കാര്യങ്ങളിങ്ങനെ കമൻട്രിയും പറഞ്ഞ് 10 മിനിറ്റ് 20 മിനിറ്റ് അരമണിക്കൂറല്ല പറഞ്ഞുകൊണ്ട് പോകുന്നത്. അപ്പോൾ പറയുന്നു മനസ്സിന് നിങ്ങൾ സങ്കല്പം കൊടുക്കൂ. ഏകസങ്കല്പം, ഏകാന്തവാസിയായി അന്തർമുഖിയായി ഏകാന്തവാസിയായി ഒരു സങ്കല്പത്തിൽ നിങ്ങൾ മുഴുകിയിരിക്കൂ. സങ്കല്പത്തിൽ നിങ്ങളുടെ മനസ്സ് അയവരക്കുകയാണെങ്കിൽ വിഷയങ്ങളെ ഇപ്പോൾ നല്ല തരത്തിലുള്ള അനുഭൂതി ഉണ്ടാകും. ഇതിൻ്റെ പ്രാപ്തി നിങ്ങൾക്ക് ഉണ്ടാകും, നിങ്ങളിലൂടെ മറ്റുള്ള. ഈ പ്രാക്ടീസാണ് ഇന്ന് വർത്തമാന സമയത്ത് സർവർക്കും ആവശ്യം. ഇതാണ് തപസ്യ സ്റ്റേജ് എന്ന് പറയുന്നത്. अब ऐसा कौन है जिसको 1 मिनट भी फुर्सत नहीं मिल सकती? ഈ തരത്തിലുള്ള ദരിദ്രാത്മാക്കൾ. ദരിദ്ര വാസ്തവത്തിൽ സ്ഥൂലധന സമ്പത്ത് ധാരാളമുണ്ട്. അതിൻ്റെ കാര്യപരിപാടിയിൽ മുഴുകി ആന്തരികമായിരിക്കുന്ന ധനസമ്പത്ത്, ജന്മജന്മാന്തരങ്ങളുടെ ധനസമ്പത്ത്, ഐശ്വര്യം, ഭാഗ്യം നേടാൻ
സമയമില്ല എന്ന് പറയും. 1 സെക്കൻഡ് 1 മിനിറ്റ് എനിക്ക് അന്തർമുഖിയാകാൻ സമയമില്ല എന്ന് പറയുന്ന വ്യക്തികൾ ആരാ എന്ന് ബാബ ചോദിക്കും. ആരാണ് സ്വയത്തിൻ്റെ സമ്പാദ്യം സെൽഫിൻ്റെ ഇൻകത്തിലേക്ക് വേണ്ടി പരിശ്രമിക്കാൻ സമയമില്ല എന്ന് പറയുന്നത്? ഇവരെന്ത് പറയാനാ? जैसे पहले ट्रैफिक कंट्रोल का प्रोग्राम बना तो कई सोचते थे ये कैसे हो सकता, सेवा की प्रवृत्ति बहुत बड़ी है, बिजी रहते. ഇതുപോലെ ഇന്ന് നാം എല്ലാവരും ട്രാഫിക് കൺട്രോളിൻ്റെ പ്രോഗ്രാം ഇതിൻ്റെ പ്ലാൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ രാവിലെ അമൃതവേലയുടെ സമയത്ത് അമൃതവേല ശുദ്ധ പവൻ ആ ഒരു പാട്ട്, അതുപോലെ അത് കഴിഞ്ഞിട്ട് 4:45 ഒരു പാട്ട്, यहाँ हमारा मन होगा वहाँ हमारा, यहाँ हमारा तनु होगा वहाँ हमारा मन होगा. ഇത് കഴിഞ്ഞിട്ട് 7 മണിക്കൊരു പാട്ട്, 5:45 ഒരു പാട്ട്, 7 മണിക്കൊരു പാട്ട്, അത് കഴിഞ്ഞ് 10:30 ട്രാഫിക് കൺട്രോൾ, 12 മണിക്കുള്ള ട്രാഫിക് കൺട്രോൾ, 5:30 ട്രാഫിക് കൺട്രോൾ, അത് കഴിഞ്ഞ് 7:30, 9:30, 10 മണി. അപ്പം അത് പണ്ട് എല്ലാവരും ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു, എങ്ങനെ നമുക്ക് 3 മിനിറ്റ് ഇതിലേക്ക് വേണ്ടി സമയം കണ്ടെത്താൻ പറ്റൂ, ഞങ്ങൾ അത്രയോ ബിസിയല്ലേ, ഇപ്പോൾ കുറേ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യണ്ടേ എന്നുള്ളത്. ലേക്കിൻ ലക്ഷ്യ രക്കാത്തോ ഹോ രഹ, പക്ഷേ ദൃഢസങ്കല്പത്തിലൂടെ നിങ്ങൾ ലക്ഷ്യം വെച്ചു പറ്റുമെന്നുള്ളത്. അതുകൊണ്ട് ഇന്നും കൂടി ഇതേ ഈശ്വരീയ നിയമം പ്രാവർത്തികമായിക്കൊണ്ടിരിക്കുന്നു. प्रोग्राम चल रहा है ना, सेंटर पर ये ट्रैफिक कंट्रोल का प्रोग्राम चलाते हो अथवा कभी मिस करते कभी चलाते. ഇപ്പോൾ സെൻറ്റേഴ്സിലും കൂടി സെൻറ്ററുകളിലും ഈ ട്രാഫിക് കൺട്രോളിൻ്റെ പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുന്നുവോ, അതോ ചിലപ്പോൾ മിസ് ചെയ്യുന്നുവോ, ചിലപ്പോൾ മാത്രം നടത്തിക്കുന്നുവോ, ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? യഹ് ഏക് ബ്രാഹ്മൺ കുൽ കി രീതി ഹെ നിയം. ട്രാഫിക് കൺട്രോൾ ഇത് ബ്രാഹ്മണ കുലത്തിൻ്റെ രീതിയുമാണ്, നിയമവും കൂടിയാണ്. ജൈസെ और नियम आवश्यक समझते ऐसे यह भी स्व उन्नति के लिए, सेवा की सफलता के लिए, सेवा केंद्र के वातावरण के लिए आवश्यक. അതുപോലെ തന്നെ മറ്റുള്ള നിയമങ്ങൾ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്നുവോ, ആവശ്യത്തിൻ്റേതായിരിക്കുന്നുവോ, ഈ ട്രാഫിക് കൺട്രോളിൻ്റെ നിയമവും കൂടി അത്രയും അത്യാവശ്യമാണ്. സ്വ ഉന്നതിയിലേക്ക് വേണ്ടി, സേവനത്തിൻ്റെ സഫലത്തിലേക്ക് വേണ്ടി, സേവാകേന്ദ്രത്തിൻ്റെ അന്തരീക്ഷം നന്നാക്കി എടുക്കാൻ വേണ്ടി വളരെ ആവശ്യമുണ്ടായി. ഈ നിയമത്തെ ഒരിക്കലും നിങ്ങൾ തെറ്റാൻ പാടില്ല, മിസ് ചെയ്യരുത്. ट्रैफिक कंट्रोल योगा ऐसे अंतर्मुखी एकांतवासी बनने के अभ्यास के लक्ष्य को लेकर अपने दिल की लगन से बीच बीच में समय निकालो. ഇപ്രകാരം അന്തർമുഖി ഏകാന്തവാസികളാകുന്ന അഭ്യാസത്തിൻ്റെ ലക്ഷ്യം കൊണ്ട് മനസ്സിൻ്റെ സ്നേഹത്തിലൂടെ ഇടയ്ക്കിടയ്ക്ക് ഈ 3 മിനിറ്റിൻ്റെ സമയത്തെ കണ്ടെത്തുക. എന്തിനു വേണ്ടി? ട്രാഫിക് കൺട്രോൾ. ആ സമയത്ത് എങ്ങനെ ട്രാഫിക് കൺട്രോൾ? ട്രാഫിക്കിൻ്റെ സമയത്ത് കൂടുതൽ തിരക്കാവുമ്പോൾ വാഹനം നിർത്തിയാൽ ഇപ്പോൾ കുറച്ച് ശാന്തമായി ഒരു 5 മിനിറ്റ് 3 മിനിറ്റ് ഇപ്പോൾ എല്ലാവരും സ്റ്റോപ്പാകും, പിന്നീട് പോകാൻ വേണ്ടിയിട്ട് പറയും. അങ്ങനെ ബാബ പറയുന്നു, നിങ്ങളുടെ സങ്കല്പങ്ങളുടെ ട്രാഫിക് ഭയങ്കര സംഘർഷത്തിലായിരിക്കും. ആക്സിഡൻ്റ് ആകാതെ ഇരിക്കാൻ വേണ്ടി 1 സെക്കൻഡ് ഭൗതിക ലോകത്തിൽ നിന്നോ കർമ്മത്തിൽ നിന്നോ കർമ്മക്ഷേത്രത്തിൽ നിന്നോ ബാബയുമായി കണക്റ്റ് ആകും. അപ്പോൾ ബാബയുമായി കണക്റ്റ് ആകുമ്പോൾ സങ്കല്പങ്ങൾ ശാന്തമാകും, ശീതളമാകും, സംഘർഷങ്ങളുണ്ടാവുകയില്ല. പിന്നീട് നിങ്ങളുടെ കർമ്മം ചെയ്യാൻ നിങ്ങൾ ഒരുങ്ങുമ്പോൾ എളുപ്പത്തിൽ തന്നെ അതിനെ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇത് നിങ്ങൾ കാര്യമായി ചെയ്യൂ തന്നെ വേണോ, ഇതിനൊക്കെ വേണ്ടി സമയം കണ്ടെത്തു തന്നെ വേണോ. മഹത്വ ജാനേ വാലേക്കോ സമയ സ്വതാഹി മിൽ ജാത്ത. ട്രാഫിക് കൺട്രോളിൻ്റെ മഹത്വം, ആധ്യാത്മികമായിരിക്കുന്ന സാധനയുടെ മഹത്വം, അതുപോലെ തന്നെ ശാന്തിയുടെ ശക്തിയുടെ മഹത്വത്തെ മനസ്സിലാക്കിയിരിക്കുന്നവർ സ്വതവേ സമയം കണ്ടെത്തു അവർക്ക് പ്രാപ്തമാകുകയും ചെയ്യും. എനിക്ക് സമയമില്ല ട്രാഫിക് കൺട്രോൾ ചെയ്യാൻ, ഇതിങ്ങനെ പറയേയില്ല.
महत्व नहीं तो समय भी नहीं मिलता. ട്രാഫിക് കൺട്രോളിന് വേണ്ടി നിങ്ങൾ മഹത്വം കൊടുത്തില്ല എങ്കിൽ സമയം കൂടി പ്രാപ്തമാവുകയില്ല. മറ്റുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനും നിങ്ങൾക്ക് സമയമുണ്ട്. ഭൗതിക അല്പകാലത്തിൻ്റെ കാര്യങ്ങൾ, ശാശ്വതമായിരിക്കുന്ന അനുഭൂതി, ശാശ്വത പ്രാപ്തി, ഇത് ചെയ്യാൻ നിങ്ങൾക്ക് സമയമുണ്ടാവില്ല. एक पावरफुल स्थिति में अपने मन को, बुद्धि को स्थित करना ही ഏകാന്തവാസി बनना. ഒരു പവർഫുള്ളായിരിക്കുന്ന സങ്കല്പത്തിൻ്റെ സ്ഥിതിയിൽ തൻ്റെ മനസ്സിനെയും ബുദ്ധിയെയും സ്ഥിതമാക്കുക എന്നുള്ളത് തന്നെ ഏകാന്തവാസികളാകും. അർജുനൻ്റെ തരത്തിൽ അർജുനൻ്റെ ഏകാഗ്രത എവിടെയായിരുന്നു? അവിടെ തൂക്കിയിട്ട മത്സ്യത്തിൻ്റെ കണ്ണിനോടായിരുന്നു. അതുപോലെ ബാബ പറയുന്നു, മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ഏകാഗ്രത ഒരേ ഒരു അലൗകിക ജ്ഞാന ചിന്തനയിൽ മുഴുകിയിരിക്കേണ്ടത്. ഇതാണ് ഏകാന്തവാസിയാകുന്നത്. जैसे साकार ब्रह्मा बाबा को देखा, संपूर्णता के समीपता की निशानी, सेवा में रहते, समाचार भी सुनते सुनते ഏകാന്തവാസി ബൻ ജാത്തെ തെ. ഈ കാര്യത്തിൽ സാക്കാരി ബ്രഹ്മബാബ ഉണ്ടാകുന്ന സമയത്ത് ബ്രഹ്മബാബയെ ഞങ്ങൾ കണ്ടതാണ്. സമ്പൂർണതയുടെ സമീപതയുടെ ലക്ഷണങ്ങളെ ബ്രഹ്മബാബയിൽ കാണുമായിരുന്നു. സേവനം ചെയ്തുകൊണ്ടേയിരിക്കുമായിരുന്നു. ആരെന്തെങ്കിലും പറയുകയാണെങ്കിൽ വാർത്തയും കേൾക്കുമായിരുന്നു, കേട്ടുകൊണ്ടേയിരിക്കും. എങ്കിലും കേട്ടുകൊണ്ടേ കർമ്മം ചെയ്തുകൊണ്ട് തന്നെ ഏകാന്തവാസിയായി പോകുമായിരുന്നു. ഇവിടെ ശരീരമുണ്ടെങ്കിലും മനസ്സ് ഇവിടെ ഉണ്ടാകില്ലായിരുന്നു. ഇനി അങ്ങോട്ട് പോകുമായിരുന്നു? പരമധാമത്തിൽ ബാബയുടെ അടുത്തേക്ക് പോകുമായിരുന്നു. ഈ അനുഭവം കിയാന ബ്രഹ്മ ബാബയെ സാകാരത്തിൽ കണ്ട എല്ലാ മക്കളും അഥവാ ആത്മാക്കളും ഈ അനുഭവം ചെയ്തിട്ടുണ്ടല്ലോ. 1 घंटे के समाचार को भी 5 मिनट में सारे समझ बच्चों को भी खुश किया और अपनी अंतर्मुखी एकांतवासी स्थिति का भी അനുഭവ कराए. 1 മണിക്കൂറിൻ്റെ വാർത്തയെയും 5 മിനിറ്റിൽ സാരയുക്തമാക്കി കുട്ടികൾക്ക് കേൾപ്പിച്ച് സന്തോഷിപ്പിക്കുകയും ചെയ്തു. പിന്നീട് അന്തർമുഖി ഏകാന്തവാസി സ്ഥിതിയുടെ അനുഭവം ചെയ്യിപ്പിക്കുകയും ചെയ്തു. संपूर्णता की निशानी अंतर्मुखी एकांतवासी स्थिति, चलते फिरते सुनते करते अनुभव किया. സമ്പൂർണതയുടെ ലക്ഷണങ്ങൾ അന്തർമുഖി ഏകാന്ത സ്ഥിതി ബ്രഹ്മബാബ നടക്കുമ്പോഴും തിരിയുമ്പോഴും കേൾക്കുമ്പോഴും എല്ലാം അനുഭവം ചെയ്തു. तो फॉलो फादर नहीं कर सकते. ബ്രഹ്മബാബ ഇങ്ങനെ ചെയ്തു, അന്തർമുഖിയായി ഏകാന്തവാസിയായി. അപ്പോൾ നിങ്ങൾക്ക് ബ്രഹ്മബാബയെ ഫോളോ ചെയ്യാൻ സാധ്യമല്ലയോ എന്ന് ചോദിക്കുന്നു ബാബ. അനുകരിക്കാൻ പറ്റുന്നില്ലേ? എന്തു പറയാ? ബ്രഹ്മബാബ സെ ജ്യാദാ ജിമ്മേവാരി അവർ കിസ്കി ഹൈ ക്യാ? ഞാൻ തിരക്കിലാണെന്ന് പറയാൻ ബ്രഹ്മബാബയേക്കാൾ കൂടുതൽ ഉത്തരവാദിത്വം വേറെ ആർക്കെങ്കിലും ഉണ്ടോ? ട്രാഫിക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അന്തർമുഖിയാകാൻ കഴിയില്ല, അഥവാ ഏകാന്തവാസിയാകാൻ സമയമില്ല എന്നു നിങ്ങൾക്കാണോ കൂടുതൽ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നത്? ബ്രഹ്മബാബയേക്കാൾ കൂടുതൽ ഉത്തരവാദിത്വം നിങ്ങൾക്കാണോ? ബ്രഹ്മബാബാനെ കഭി നഹി കഹാ कि मैं बहुत बिजी हूँ. ബ്രഹ്മബാബ ഒരിക്കലും ഞാൻ ബിസിയാണ് എന്നു പറഞ്ഞിട്ടേയില്ല, ഒരിക്കലും പറഞ്ഞിട്ടില്ല. ലേക്കിൻ ബച്ചോं के आगे എക്സാമ്പിൾ ബനെ. ഞാൻ ബിസിയാണോ തിരക്കാണെന്ന് ബ്രഹ്മബാബ ഒരിക്കലും പറഞ്ഞിട്ടില്ല. കുട്ടികളുടെ മുന്നിൽ ഉദാഹരണ സ്വരൂപരായി. ഐസേ അഭി സമയ പ്രമാൺ ഇസ് അഭ്യാസ് की आवश्यकता है. കൊണ്ട് ഇപ്പോഴേ ഇപ്രകാരത്തിൽ ഈ സമയം പ്രമാണം, ഈ അഭ്യാസത്തിൻ്റെ ആവശ്യം ധാരാളമുണ്ട്. ഏത്? അന്തർമുഖി ഏകാന്തവാസിയാകാൻ. सब सेवा के साधन होते हुए भी साइलेंस की शक्ति के सेवा की आवश्यकता होगी. എല്ലാ സ്ഥൂല സാധനങ്ങളും സംവിധാനങ്ങളും ഉണ്ടായാലും കൂടി സൈലൻസിൻ്റെ ശക്തിയുടെ ആവശ്യം സേവനത്തിന് വേണ്ടി വളരെ 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 ആവശ്യമാണ്. क्योंकि സൈലൻസ് की शक्ति अनुभूति कराने की शक्ति. കാരണം
സൈലൻസിൻ്റെ ശക്തി അനുഭൂതി ചെയ്യിപ്പിക്കാനുള്ള ശക്തിയാണ്. ഇപ്പോൾ മധുബനിലേക്ക് ആര് പോയിരുന്നാൽ എത്ര തിരക്കുണ്ടെങ്കിലും എല്ലാവരും പറയുകയാണ് ഈ അന്തരീക്ഷത്തിൽ എത്രമാത്രം ശാന്തി നിറഞ്ഞിരിക്കുന്നു, ശാന്തിയുടെ അനുഭവം ഉണ്ടായിരിക്കുന്നു. എന്തുകൊണ്ട്? ഇവിടെ ഏകാന്തവാസികളാണ്, അന്തർമുഖികളാണ്. തപസ് തന്നെ ഇവരുടെ ലക്ഷ്യം. ബാബയുടെ സ്മൃതിയിൽ മുഴുകിയിരിക്കുന്നു. അതിൻ്റെ പ്രഭാവം അന്തരീക്ഷത്തിൽ വ്യാപിച്ചിരിക്കുന്നു. കൊണ്ട് സൈലൻസിൻ്റെ ശക്തി അനുഭൂതി ചെയ്യിപ്പിക്കാനുള്ള ശക്തിയാണ്. वाणी की शक्ति का तीर बहुत करके दिमाग तक पहुँची था और अनुभूति का तीर दिल तक पहुँची था. വചന ശക്തിയുടെ ബാണം അഥവാ അമ്പ് ബുദ്ധി വരെ എത്തുന്നു, ബുദ്ധിയെ ധരിക്കുന്നു. പക്ഷെ അനുഭൂതിയുടെ ശക്തിയുടെ പ്രഭാവം അഥവാ അമ്പ് ഹൃദയം വരെ എത്തുന്നു, ഹൃദയത്തെ ധരിക്കും. അപ്പോൾ ഏതാണ് വേണ്ടത്? വചനശക്തിയാണോ കൂടുതൽ പ്രയോജനകാരി? സൈലൻസിൻ്റെ ശക്തിയാണോ പ്രയോജനകാരി, ഉപയോഗപ്രദം? സൈലൻസിൻ്റെ ശക്തി. എന്തുകൊണ്ട്? ഹൃദയം വരെ എത്തുന്നു, ഹൃദയത്തെ ആകർഷിക്കുന്നു. तो समय प्रमाण 1 सेकंड में अनुभूति करा लो, यही पुकार होंगी. സമയപ്രമാണം എല്ലാ ജനങ്ങളും നിങ്ങളെ മുന്നിൽ വന്നിട്ട് 1 സെക്കൻഡിൻ്റെ ശാന്തിയുടെ അനുഭൂതി ചെയ്യിപ്പിക്കൂ. ക്യൂ നിൽക്കും. അപ്പോൾ നിങ്ങളുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടെങ്കിലല്ലേ അവർക്കും അനുഭൂതി ചെയ്യിപ്പിക്കാൻ പറ്റൂ. സുന്നെ സുനാനെ സെ थके हुए आएंगे. കേട്ട് 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 എല്ലാം ക്ഷീണിച്ചിട്ട് എത്രയാ പ്രഭാഷണം കേൾക്കുക, അത് കേൾക്കുക, ഇത് കേൾക്കുക, 1000 വിഷയങ്ങൾ കേട്ട് കേട്ട് എല്ലാവർക്കും ക്ഷീണമാണ്. സൈലൻസ് की शक्ति के साधनों द्वारा नज़र से निहाल कर देंगे. അന്നേരം ഈ തരത്തിൽ ക്ഷീണ പിടിച്ച് വരുന്ന ആത്മാക്കൾക്ക് സൈലൻസിൻ്റെ ശക്തിയുടെ സാധനങ്ങളിലൂടെ ശുഭഭാവന, ശുഭകാമന അഥവാ നയനങ്ങളുടെ ഭാഷയിലൂടെ അവരെ ദൃഷ്ടി നൽകി പരിവർത്തനപ്പെടുത്തും. शुभ संकल्प से आत्माओं के व्यर्थ संकल्पों को समाधान कर देंगे. ശുഭസങ്കല്പങ്ങളിലൂടെ ആത്മാക്കളുടെ വ്യർത്ഥ സങ്കല്പങ്ങളെ സമാപ്തം ചെയ്യും. शुभ भावना से बाप की तरफ स्नेह की भावना उत्पन्न करा लेंगे. ശുഭഭാവനയിലൂടെ ബാബയുടെ ഭാഗത്തേക്ക്, ബാബയുടെ വശത്തേക്ക് സ്നേഹത്തിൻ്റെ ഭാവനകളെ ഉത്പന്നമാക്കിക്കുന്നു. ऐसे उन आत्माओं को शांति की शक्ति से संतुष्ट करें. ഇപ്രകാരം ആ ആത്മാക്കൾക്ക് ശാന്തിയുടെ ശക്തിയിൽ നിന്നും സന്തുഷ്ടപ്പെടുത്തും. तब आप चैतन्य शांति देव आत्माओं के आगे शांति देवा कह करके महिमा करेंगे. അപ്പോഴാണ് താങ്കൾ ചൈതന്യ ശാന്തി ദേവ ആത്മാക്കളുടെ മുന്നിൽ ആ ആത്മാക്കൾ ശാന്തി ദേവ അല്ലയോ ശാന്തി ദേവ എന്ന് വിളിച്ചുകൊണ്ട് താങ്കളുടെ മഹിമ പാടുന്നു. യഹി അന്തിമ സംസ്കാർ ലേ ജാനെ കാരൺ द्वापर से भक्त आत्मा बन आपके जड़चित्रों की ये महिమ करेंगे. ഇത് അവസാന സമയത്തിൻ്റെ സംസ്കാരം. നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് ശാന്തി ദേവ എന്ന് പറഞ്ഞിട്ട് വിളിക്കാൻ തുടങ്ങും. ദൃഷ്ടിയിലൂടെ പരിവർത്തനപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ദ്വാപരയുഗത്തിന് ശേഷം ഈ അവസാനത്തിൻ്റെ സംസ്കാരങ്ങളുടെ കാരണത്താൽ ഭക്തന്മാർ തങ്ങളുടെ ജഡചിത്രങ്ങളുടെ മുന്നിൽ ഈ മഹിമ പാടുന്നു. യഹ് ട്രാഫിക് കൺട്രോൾ കാ ഭി മഹത്വ കിतना बड़ा. ട്രാഫിക് കൺട്രോളിൻ്റെ മഹത്വം കൂടി എത്രമാത്രം വലുതായിരിക്കുന്നു. കിतना ആവശ്യക ഹേ, അതുപോലെ അത്രയും ആവശ്യമുണ്ടായിരിക്കുന്നു. ഇനി എത്രയൊക്കെയാണ് ട്രാഫിക് കൺട്രോളിൻ്റെ മഹത്വപൂർണ്ണമായിരിക്കുന്നു, ഇതിൻ്റെ ആവശ്യമുണ്ടായിരിക്കുന്നത്. പവ പറയുന്നു ഫിർ സുനായെങ്കിൽ, പിന്നീട് അടുത്ത മുരളികളിൽ ഞാൻ പറഞ്ഞു തരാം. लेकिन शांति की शक्ति के महत्व को स्वयं जानो और सेवा में लगाओ. समझा? പക്ഷേ ശാന്തിയുടെ ശക്തിയുടെ മഹത്വത്തെ സ്വയം മനസ്സിലാക്കുകയും
അതുപോലെ തന്നെ സേവനത്തിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്യും. മനസ്സിലായില്ലേ എന്താണ് കാര്യമെന്നുള്ളത്? ബാബ ചോദിക്കും. ബാബയുടെ മുന്നിൽ ഇന്ന് പഞ്ചാബ് സോണിൽ നിന്ന് വന്നിരിക്കുന്ന അനേക ആത്മാക്കളുണ്ട്, ആന്ധ്രാപ്രദേശത്തിൽ നിന്ന് വന്നിരിക്കുന്ന ഗ്രൂപ്പും ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ഗ്രൂപ്പിനും കൂടി ബാബ പറഞ്ഞിരിക്കുന്നത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നു. അപ്പോൾ നിങ്ങൾ വചന സേവനത്തിലൂടെ ഒരു കാര്യമൊന്നും നടത്താൻ പറ്റില്ല. ശാന്തിയുടെ ശക്തിയുടെ പ്രഭാവത്താൽ ഈ തരത്തിലുള്ള ആത്മാക്കൾക്ക് പ്രശ്നങ്ങളുടെ കൊടുംകാറ്റ് വീശുന്നവർക്ക് ശാന്തിയുടെ ശക്തിയുടെ ഉപഹാരം നൽകൂ എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഈ കൊടുംകാറ്റ്, പരിതസ്ഥിതിയാകുന്ന കൊടുംകാറ്റ് ഉപഹാരത്തിൽ അഥവാ സമ്മാനത്തിൽ പരിവർത്തനപ്പെടും. അച്ഛ ചാരോ ഓർക്കെ ശാന്തി ദേവ ശ്രേഷ്ഠാത്മ. നല്ലത്, 4 ഭാഗത്തിൽ നിന്ന് വന്നിരിക്കുന്ന ശാന്തി ദേവ ശ്രേഷ്ഠാത്മാക്കൾക്ക്. चारों ओर के अंतर्मुखी महानात्माओं को, 4 ഭാഗത്തിൻ്റെ അന്തർമുഖികളായ മഹാനാത്മാക്കൾക്ക്. सदा एकांतवासी बन कर्म में आने वाले कर्मयोगी ശ്രേഷ്ഠാത്മാവ്. സദാ ഏകാന്തവാസികളായി കർമ്മത്തിൽ വരുന്ന കർമ്മയോഗി ശ്രേഷ്ഠാത്മാക്കൾക്ക് सदा शांति की शक्ति का प्रयोग करने वाले श्रेष्ठ योगी आत्माओं को बाप दादा का याद प्यार और नमस्ते. സദാ ശാന്തിയുടെ ശക്തിയുടെ പ്രയോഗം ചെയ്യുന്ന ശ്രേഷ്ഠരായ യോഗി ആത്മാക്കൾക്ക് ബാപ്പ് ദാദയുടെ സ്നേഹസ്മരണകളും നമസ്കാരം. നാലു ഭാഗത്തിൻ്റെ ശാന്തിദേവ ശ്രേഷ്ഠാത്മാക്കൾക്ക്, അന്തർമുഖി മഹാനാത്മാക്കൾക്ക്, ഏകാന്തവാസികളായി കർമ്മത്തിൽ വരുന്ന കർമ്മയോഗി ശ്രേഷ്ഠാത്മാക്കൾക്ക്, ശാന്തിയുടെ ശക്തിയുടെ പ്രയോഗം ചെയ്യുന്ന ശ്രേഷ്ഠ യോഗി ആത്മാക്കൾക്ക് ബാപ്ദാദയുടെ സ്നേഹസ്മരണകളും നമസ്കാരം. അന്ന് ബാപ്ദാദ മഹാവാക്യം ഉച്ചരിക്കുമ്പോൾ രാവിലെ സന്ധ്യക്ക് 6 മണിക്ക് ബാബ വരുമായിരുന്നു. മനസ്സിലായില്ലേ? പിന്നീട് ഈ മുരളി രാവിലെ 6 മണി വരെ ഉച്ചരിച്ചു. അതാണ് അന്ന് വ്യാഴാഴ്ചയായിരുന്നു. വിട പറയുന്ന സമയത്ത് ബാബ ചില കാര്യങ്ങളെ സൂചിപ്പിച്ചു. വൃക്ഷപതി ദിവസത്തിൽ वृक्षपति दिवस पर वृक्ष के पहले आदि अमूल्य पत्तों को वृक्षपति बाप का याद प्यार और नमस्ते. വൃക്ഷപതിയുടെ ദിവസത്തിൽ വൃക്ഷത്തിൻ്റെ ആദ്യത്തെ ഇലകളായ അമൂല്യ വിലപിടിച്ച ഇലകൾക്ക് അഥവാ ദേവാത്മാക്കൾക്ക് വൃക്ഷപതിയായിരിക്കുന്ന ബാബയുടെ സ്നേഹസ്മരണകളും നമസ്കാരം. വൃക്ഷപതിക്ക് ദശ തോ സഭി ശ്രേഷ്ഠ ആത്മാവും पर है ही. വ്യാഴദശ तो ബൃഹസ്പതിയുടെ ദശ, ബൃഹസ്പതിക്ക് ദശ तो सभी ശ്രേഷ്ഠ ആത്മാവും पर है ही. ഭഗവാനെ മനസ്സിലാക്കിയിരിക്കുന്ന സർവർക്കും ബൃഹസ്പതിയുടെ ദശ ശ്രേഷ്ഠ ആത്മാക്കളിൽ സദാ ഉണ്ടായിരിക്കും. രാഹു की ദശ അവർ അനേക ദശയെ സമാപ്ത हुई. ബൃഹസ്പതിയുടെ ദശ നേടിയതിന് ശേഷം രാഹുവിൻ്റെയും ദശ, അതുകൂടാതെ അനേക അനിഷ്ട ദശകളെല്ലാം സമാപ്തമായി. അഭി ഏക് ഹി വൃക്ഷപതി की ബൃഹസ്പതി की ദശ ഹർ ബ്രാഹ്മണ ആത്മാക്കി സദാ രേത്. ഇപ്പോൾ ഒറ്റ ഒരു വൃക്ഷപതിയുടെ അഥവാ ബൃഹസ്പതിയുടെ ദശ എല്ലാ ബ്രാഹ്മണ ആത്മാക്കൾക്കും സദാ ഉണ്ടായിരിക്കും. तो बृहस्पति की दशा भी है और दिन भी बृहस्पति का है.
ബൃഹസ്പതിയുടെ ദശയും കൂടിയുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ ഈ ദിവസവും ബൃഹസ്പതിയുടെ ദിവസം എന്ന് വെച്ചിരുന്ന വ്യാഴാഴ്ചയാണ്. और वृक्षपति अपने वृक्ष के आदि पत्तों से मिलन मना रहे. വൃക്ഷപതിയായിരിക്കുന്ന ശിവപിത വൃക്ഷത്തിൻ്റെ മൂല ഇലകളായ ആത്മാക്കളോട് മിലനം ആചരിച്ചു കൊണ്ടിരിക്കുന്നു. തോ സദാ യാദ് ഹേ അവർ സദാ യാദ് രഹേ. സദാ ഓർമ്മയുണ്ടായിരിക്കുന്നു, ഇനിയും സദാ ഓർമ്മ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. സദാ പ്യാർ മേ സമായേ ഹുയേ ഹോ അവർ സദാ ഹി പ്യാരേ രഹേ. സദാ സ്നേഹത്തിൽ മുഴുകിയിരിക്കുന്നു, സദാ സ്നേഹത്തിൽ സ്നേഹികളായി തന്നെ ഉണ്ടായിരിക്കുന്നു. അച്ഛ वरदान. पावरफुल ब्रेक द्वारा वरदानी रूप से सेवा करने वाले ലൈറ്റ് മൈറ്റ് ഹൗസ് ഭവ. പവർഫുൾ ബ്രേക്കിലൂടെ അഥവാ ശക്തിശാലിയായിരിക്കുന്ന ബ്രേക്കിലൂടെ വരദാനി രൂപത്തിൽ നിന്നു സേവനം അനുഷ്ഠിക്കുന്ന ലൈറ്റ് ഹൗസ് മൈറ്റ് ഹൗസായി ഭവിക്കും. പവർഫുൾ ബ്രേക്കിലൂടെ വരദാനി രൂപത്തിൽ നിന്നു സേവനം അനുഷ്ഠിക്കുന്ന ലൈറ്റ് ഹൗസ് മൈറ്റ് ഹൗസായി ഭവിക്കും. विवरणम. वरदानी रूप से सेवा करने के लिए पहले अपने में शुद्ध संकल्प चाहिए. വരദാനി രൂപത്തിൽ സേവനം അനുഷ്ഠിക്കുന്നതിന് വേണ്ടി ആദ്യം സ്വയത്തിൽ ശുദ്ധ സങ്കല്പങ്ങൾ വേണം. तथा अन्य संकल्पों को सेकंड में कंट्रोल करने का विशेष अभ्यास चाहिए. എന്ന് വെച്ചിരുന്നാൽ അന്യസങ്കല്പങ്ങളെ സെക്കൻഡിൽ അഥവാ ഉപയോഗശൂന്യമായ സങ്കല്പങ്ങളെ സെക്കൻഡിൽ നിയന്ത്രിക്കുന്ന വിശേഷ അഭ്യാസം ഉണ്ടായിരിക്കണം. सारा दिन शुद्ध संकल्पों के सागर में लहराते रहो और जिस समय चाहे शुद्ध संकल्पों के सागर के तले में जाकर साइलेंस स्वरूप हो जाओ. മുഴുവൻ ദിവസം ശുദ്ധ സങ്കല്പങ്ങളുടെ സാഗരത്തിൽ നീന്തിക്കൊണ്ടേയിരിക്കുക. മുഴുവൻ ദിവസവും ശുദ്ധ സങ്കല്പങ്ങളുടെ സാഗരത്തിൽ നീന്തിക്കൊണ്ടേയിരിക്കുക. ഏത് സമയത്തിൽ വേണമെങ്കിലും ശുദ്ധ സങ്കല്പങ്ങളുടെ സാഗരൻ്റെ ആഴത്തിലേക്ക് പോയി ഡെപ്തിലേക്ക് പോയി സൈലൻസിൻ്റെ സ്വരൂപരായി മാറുക. इसके लिए ब्रेक पावरफुल हो, संकल्पों पर पूरा कंट्रोल हो. ഇതിലേക്ക് വേണ്ടി ബ്രേക്ക് പവർഫുള്ളായിരിക്കണം. സങ്കല്പങ്ങളിൽ സമ്പൂർണ്ണ നിയന്ത്രണം ഉണ്ടായിരിക്കണം, कंट्रोल. और बुद्धि संस्कार पर पूरा अधिकार हो. ബുദ്ധി അഥവാ സംസ്കാരങ്ങളിൽ പൂർണ്ണ അധികാരമുണ്ടായിരിക്കണം. तब लाइट माइट हाउसबंद वरदानी रूप से सेवा कर सकें. അപ്പോൾ മാത്രമേ ലൈറ്റ് ഹൗസ് മൈറ്റ് ഹൗസുകളായി ലൈറ്റ് ഹൗസായി മൈറ്റ് ഹൗസായി വരദാനി രൂപത്തിലൂടെ സേവനം ചെയ്യാൻ സാധിക്കും. स्लोगन. संकल्प समय बोल की इकोनॉमी करो तो बाबा की मदद को कैच कर सके. സങ്കല്പം സമയം വചനത്തെ സങ്കല്പം സമയവും വചനത്തെ മിച്ച വയ്ക്കുകയാണെങ്കിൽ വളരെ കുറവായി ചെലവഴിക്കുകയാണെങ്കിൽ എക്കോണമി ചെയ്യുകയാണെങ്കിൽ ബാബയുടെ സഹായത്തെ ക്യാച്ച് ചെയ്യാൻ സാധിക്കും.
ചില ബാബ സദാ നമുക്ക് സഹായിയാണ്, സഹയോഗം നൽകിക്കൊണ്ടേയിരിക്കും. സഹയോഗത്തെ നിങ്ങൾക്ക് സ്വായത്തമാക്കാൻ പറ്റൂ, ക്യാച്ച് ചെയ്യാൻ പറ്റും. എപ്പോഴാണ് സങ്കല്പ സമയം വചനത്തെ നിങ്ങൾ എക്കോണമി ചെയ്യുകയാണെങ്കിൽ. ഇപ്പോൾ മനസ്സിലായില്ലേ ശാന്തിയുടെ ശക്തിയുടെ മഹത്വം എങ്ങനെയാണ്? അതുപോലെ തന്നെ ശാന്തിയുടെ ശക്തിയുടെ അനുഭവം ചെയ്യണമെങ്കിൽ ഏത് സ്ഥിതിയാണ് വേണ്ടത്? അന്തർമുഖത, ഏകാഗ്രത, മനസ്സിൻ്റെ ഏകാഗ്രത. അന്തർമുഖിയാകൂ പോലെ ഏകാന്തവാസിയാകൂ എന്ന് ബാബ പറഞ്ഞിരിക്കും. അപ്പോൾ ഏകാഗ്രത വർദ്ധിക്കുന്നത്. ബാബ പറയുന്നു സൈലൻസിൻ്റെ പവർ ശേഖരമാക്കാനുള്ള വിധിയാണിത്. അന്തർമുഖിയാകൂ, ഏകാന്തവാസിയാകൂ. ഇപ്പോൾ മുഴുവൻ വിശ്വത്തിലുള്ള അശാന്തിയെ വേർപ്പെടുത്തണമെങ്കിൽ, ഇല്ലാതെയാക്കണമെങ്കിൽ ശാന്തിയുടെ ശക്തി ഇത് വളരെ സുപ്രധാനമാണ്. ഇത് അഹിംസാത്മക ശക്തിയാണ്. വയർലെസ് വോയിസ്ലെസ് കണക്ഷനിലൂടെ പ്രാപ്തമാകുന്ന പരമമായ ശക്തി. ആദ്യം നിങ്ങൾ എത്രമാത്രം ശേഖരിച്ചിരിക്കുന്നു ചെക്ക് ചെയ്യും. അപ്പോൾ ഇനി വചനത്തിൻ്റെ ശക്തി ഇതുവരെയും നടന്നു. ഇതിൻ്റെ പ്രഭാവത്താൽ റിസൾട്ടും നല്ലതായി. ഇനി മുതൽ സൈലൻസിൻ്റെ ശക്തിയിലൂടെ ആത്മാക്കൾക്ക്, സൈലൻസിൻ്റെ ശക്തി എന്ന് പറഞ്ഞിരുന്നാൽ ശുഭസങ്കല്പം, ശുഭഭാവനയുടെ സങ്കല്പം, അതുപോലെ തന്നെ നിങ്ങളുടെ ചെഹരയിലൂടെ, നയനങ്ങളുടെ ഭാഷയിലൂടെ രചയിതാവിനെയും രചയിതാവിൻ്റെ രചനയെയും പിന്നീട് രചയിതാവിൻ്റെ ഗുണങ്ങളെയും അനുഭൂതി ചെയ്യിപ്പിക്കുന്ന ശാന്തിയുടെ ദേവീദേവന്മാരാകും. ഓം ശാന്തി. यही है तमन्ना बने बाबा तुम सा, चले साथ घर को घड़ी ऐसी आए. यही है तमन्ना बने बाबा तुम सा, यही है तमन्ना बने बाबा तुम सा, चले साथ घर को घड़ी ऐसी आए. हमें तो वतन की बहुत याद आए. हमें तो वतन की बहुत याद आए. किस काम की है पुरानी ये दुनिया, बड़ी प्यारी है वो निराकारी दुनिया. विदेही बनेंगे प्रभु संग चलेंगे, परम शांति आनंद अनुभव करेंगे. देखो इशारों से कोई बुलाए, देखो इशारों से कोई बुलाए. हमें तो वतन की
तुमने बताया हुआ खेल पूरा, जगत का ये नाटक रहा न अधूरा। यहाँ की नशे कोई अब जी को भाए, यहाँ की नशे कोई अब जी को भाए। हमें तो वतन की बहुत याद आए, हमें तो वतन की बहुत याद आए। यादों में बाबा तेरे मन मगन हो, भूला हो संसार, भूला ये तन हो। तभी पुष्प वर्षा हो, गूंजे बधाई, उड़ो प्राण मेरे, चलो ले विदाई। फरिश्तों की महफिल है आंखें बिछाए, फरिश्तों की महफिल है आँखें बिछाए। हमें तो वतन की बहुत याद आए। हमें तो वतन की बहुत याद आए। यही है तमन्ना बने बाबा तुम सा, यही है तमन्ना बने बाबा तुम सा। चले साथ घर को घड़ी ऐसी आए, हमें तो वतन की बहुत याद